ഗുഡ് മോർണിംഗ്. വളരെ രസകരമായൊരു വിഷയത്തിൽ കുറച്ചു നേരം സംവദിക്കാമെന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ പ്രത്യേകത. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്നാണ് നിർമ്മിത ബുദ്ധി, നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം, നിർമ്മിത ബുദ്ധി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇന്നീ സെഷനിൽ നമ്മുടെ കൂടെയുള്ള രണ്ടാളുകൾ നിരന്തരം എഴുത്തിൽ ഇടപെടുന്ന രണ്ട് മനുഷ്യരാണ്. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നിർമ്മിത ബുദ്ധി സാഹിത്യം എഴുതുമോ എന്നുള്ളതാണ്. ഞാൻ ഒരു മോഡറേറ്റർ എന്ന നിലയ്ക്ക് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം തന്നുകൊണ്ട് ഈ രണ്ട് ആളുകളിലേക്കും മൈക്ക് കൈമാറാമെന്നാണ് വിചാരിക്കുന്നത്. മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മനുഷ്യരെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രത്യേകത എന്ന് നമ്മൾ കരുതുന്നത് മനുഷ്യരുടെ ചിന്താശേഷിയാണ്. ഐ തിങ്ക് ദെർഫോർ ഐ ആം എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് നമ്മളതിനെ ചെറിയ തോതിൽ തിരുത്താൻ തുടങ്ങി. ക്ലാസ് മുറികളിലൊക്കെ അധ്യാപകരടക്കം പറയുന്നത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കൂ. സോ ഐ സെർച്ച് അല്ലെങ്കിൽ ഐ സർഫ് ദെർഫോർ ഐ ആം എന്ന് തിരുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങളെ മാറ്റി, അല്ലെങ്കിൽ നമ്മൾ മാറി. ഇപ്പോൾ നമ്മളതിനെ വീണ്ടും പുതുക്കുകയാണ്. ഐ പ്രോംപ്റ്റ് ദെർഫോർ ഐ ആം. അപ്പോൾ ഇത്തരത്തിലേക്ക് ജീവിതത്തിന് മൂന്ന് തരത്തിലോ മറ്റ് അനേകം തരങ്ങളിലേക്കോ അടയാളപ്പെടുത്താൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട് എന്ന് കരുതുകയാണ്. പ്രോംപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർക്ക് മാത്രം നിലനിൽക്കാൻ പറ്റുന്ന ഒരു കാലം അത് നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ആ കാലത്താണ് ജീവിക്കുന്നത്. മാറ്റി നിർത്താൻ പറ്റാത്തത്ര നമ്മുടെ ജീവിതത്തോട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതിൻ്റെ സങ്കേതങ്ങളുമൊക്കെ അടുത്ത് കഴിഞ്ഞു എന്നറിയാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കുന്ന നിർമ്മിത ബുദ്ധിയുടെ സ്വാധീനം സാഹിത്യരചനയിൽ എങ്ങനെയാണ് ഉണ്ടാവുക, എങ്ങനെയാണത്, എന്തൊക്കെ ചലഞ്ചസ് ആണ് അതിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ ഒരു ചോദ്യം, ഒരു സംശയം എൻ്റെ ഉള്ളിലുള്ളത്, നിർമ്മിത ബുദ്ധി സാഹിത്യം എഴുതുമോ എന്നാണ്. സാഹിത്യം എന്നുള്ളതിനെ നിർവചിക്കേണ്ടത് ആവശ്യമായിട്ട് വരും എന്നുകൂടി ഞാൻ കരുതുകയാണ്. അപ്പം ഇതിന് ആമുഖമായിട്ട് പറയുന്ന സമയത്ത് അനേക കാലങ്ങളായി നമ്മൾ സാഹിത്യത്തെ നിർവചിച്ചിരുന്നത് പലതരം മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അതിൽ കുറേയൊക്കെ തെറ്റുകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. പലതരത്തിലുള്ള വർഗീകരണങ്ങൾക്ക് ശേഷം ഈ വർഗീകരണങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഇക്കാലത്ത് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഈ സാഹിത്യം എന്നുള്ളതിനെ കൂടി നിർവചിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധിയുടെ ഇടപെടൽ എന്തായിത്തീരും, എന്താണ് സാഹിത്യത്തിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുക. ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിന് വേണ്ടി രണ്ട് ഗസ്റ്റിനെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമുക്ക് രാമനുണ്ണി സാറിനെ കേൾക്കാം. സാറിന് ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കും. അതിനുശേഷം ദാമോദർ സാറിനെ കേൾക്കാം. സാറിൻ്റെ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കും. അതിനുശേഷം നമുക്കൊരു കോമൺ ചർച്ചയിലേക്ക് പോകാം. ഇടയ്ക്കിടെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഇവരെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ചർച്ചയുടെ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതുന്നു. സാർ. പ്രിയങ്കരനായ ദാമോദർ പ്രസാദ്, ബിപിൻ, സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ടൈറ്റിൽ നിർമ്മിത ബുദ്ധി സാഹിത്യം എഴുതുമോ എന്നതാണ്. ഞാൻ അതിനെ ഒന്ന് ടൈറ്റിൽ മാറ്റിയിട്ട് നിർമ്മിത ബുദ്ധി മനുഷ്യവിധി എഴുതുമോ എന്നാക്കിയിട്ട് മാറ്റുകയാണ്. കുറച്ചും കൂടി വിശാലാക്കി എന്നുള്ളൂ. അർത്ഥത്തിൽ വലിയ വ്യത്യാസമില്ല. കാരണം സാഹിത്യവും മനുഷ്യവിധി എഴുതുന്നൊരു സാധനമാണല്ലോ. അപ്പോൾ വിധി, മനുഷ്യൻ്റെ വിധി എങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ച് നിലനിർത്തി സ്ഥിതി സംഹാരം ഒക്കെ ദൈവം ആണല്ലോ നടത്തുന്നത്. അങ്ങനെയാണല്ലോ നമ്മളെ പരമ്പരാഗത മനുഷ്യനെ സൃഷ്ടി വിധി നിർണ്ണയിക്കുന്നത് ഏതോ അലൗകികമായ ശക്തിയാണെന്നുള്ളതാണ്. ഇവിടെ ഈ ദൈവം മനുഷ്യൻ സൃഷ്ടിച്ച ദൈവമാണ്. അതാണ് മനുഷ്യൻ സൃഷ്ടിച്ച ദൈവമാണ്. സാധാരണ മനുഷ്യർ മക്കളെ സൃഷ്ടിക്കുന്ന മാതിരി നിർമ്മിത ബുദ്ധിയെ സൃഷ്ടിക്കുന്നു. മക്കളെ ഉണ്ടാകുന്നത് മനുഷ്യനിലൊരു ബയോളജിക്കലായിട്ടാണ് മക്കൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ നിർമ്മിത ബുദ്ധി നമ്പറുകളിൽ നിന്നും ലോജിക്കുകളിൽ നിന്നും നിർമ്മിക്കപ്പെടുന്നതാണ്. 1956 നിർമ്മിത ബുദ്ധി എന്ന വാക്ക് തന്നെ ഉണ്ടായിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നത് അമേരിക്കയിലെ ഒരു കോൺഫറൻസിലാണ്. 1970 കാലഘട്ടത്തിലാണ് നിർമ്മിത ബുദ്ധി ശരിക്ക് പ്രായോഗികമായിട്ട് പ്രവർത്തനക്ഷമമാകുന്നത്. പക്ഷെ ഒരു കാര്യം നാം ആലോചിക്കേണ്ടത്,
ഈ നിർമ്മിത ബുദ്ധി പ്രായോഗികമായി പ്രവർത്തനക്ഷമമാകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒരു ഡ്രീം ഫേസ് ഉണ്ടായിരുന്നു. മനുഷ്യൻ്റെ ഭാവനയിൽ കൂടെ, അത് പിന്നെ ഏത് നിർമ്മിതിക്ക് മുമ്പേ മനുഷ്യൻ ഭാവനയിൽ സൃഷ്ടിച്ചിട്ടാണ് അത് ഭൗതികമായിട്ട് നിർമ്മിക്കപ്പെടാറുള്ളത്. ഇതേപോലെ ഈ ഡ്രീം ഫേസ് നിർമ്മിത ബുദ്ധിയുടെ ആലോചിക്കുകയാണെങ്കിൽ സഹസ്രാബ്ദങ്ങൾ മുമ്പേ ഉണ്ട്, മനുഷ്യൻ്റെ ഭാവനയിലുണ്ട്. ഗ്രീക്ക് മെത്തോളജിയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ഡിവൈൻ ബ്ലാക്ക് സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു തട്ടാനാണ്, പക്ഷെ ലോഹം കൊണ്ടുണ്ടാക്കിയതാ. അവമാരി യന്ത്രപ്പോരാളി, ഇതൊക്കെ നമ്മളെ പിന്നെ മിത്തുകളിലൊക്കെ തന്നെ നമ്മൾ മനുഷ്യൻ്റെ ശേഷിയെ അതിജീവിക്കുന്ന അമാനുഷികമായിട്ടുള്ള ചില സിദ്ധികളെ പറ്റിയിട്ടുള്ള സങ്കല്പനങ്ങളാണ് ഇന്ന് സത്യത്തിൽ നിർമ്മിത ബുദ്ധിയായിട്ട് വന്നത്. അതിൻ്റെ വളരെ അപ്പോൾ ഇങ്ങനെയുള്ള എയുടെ മെറ്റഫേഴ്സ് ധാരാളം പണ്ടേ നമ്മുടെ സാഹിത്യത്തിലും മിത്തുകളിലും ഉണ്ട്. ജൂഡിസ് ഗോലം മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എ മെറ്റഫറാണെന്ന് പറയാൻ പറ്റും. കളിമണ്ണ് ഉണ്ടാക്കിയിട്ടുള്ള മനുഷ്യപ്രതിമയെ പക്ഷേ ഒരു മന്ത്രം അങ്ങോട്ട് ഓതിക്കൊടുത്താൽ അത് ജീവൻ വെച്ചിട്ട് പ്രവർത്തിക്കും. ആ മന്ത്രം ശരിക്കും പാസ്വേഡാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട്. എന്നാൽ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിവേകമൊക്കെ നശിച്ച് നിയന്ത്രണമില്ലാതെ മനുഷ്യനെ ഉപദ്രവിക്കൽ തുടങ്ങി, അതിനെ നശിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇന്നത്തെ എയുടെ എല്ലാ സ്വഭാവവും നമുക്ക് ഈ ജൂയിഷ് ഗോലത്തിൽ കാണാൻ പറ്റും. അറബി, ഞാൻ വളരെ ഓടിയിട്ടാണ് പോകുന്നത് കാരണം സമയത്തിൻ്റെ ഒരു പ്രശ്നം. അറബി സാഹിത്യത്തിൽ പിന്നെ 1001 രാവുകളിലൊക്കെ യന്ത്രമനുഷ്യർ ഉണ്ടല്ലോ, യന്ത്ര അടിമകളൊക്കെ തന്നെ ഭോജരാജാവിൻ്റെ, ഇന്ത്യൻ മിത്തോളജിയിൽ ഭോജരാജാവിൻ്റെ കാവൽക്കാരായിട്ട് അങ്ങോട്ട് കടത്തിവിടുന്ന കാവൽക്കാരുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ ഡ്രീം ഫേസിൽ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭൗതികമായിട്ട് വ്യാവഹാരികമായിട്ട് വന്നത് പിന്നെ 4 ഫേസുകളുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 2 ഫേസ് ഇപ്പോൾ മര്യാദയ്ക്ക് പ്രവർത്തനക്ഷമമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ എവിടെ എത്തി എന്നുള്ളതാ, അതന്നെ നമ്മൾ എത്ര മാറ്റി ഭരിക്കുന്നു. അപ്പം ഇനി വരാൻ പോകുന്ന 2 ഫേസും കൂടി വന്നാൽ അത് നമുക്ക് നമ്മളെ സങ്കല്പനങ്ങളെ, മനുഷ്യൻ്റെ ഉണ്മയെ പറ്റിയിട്ടുള്ള സങ്കല്പനങ്ങളെ തന്നെ മാറ്റിമറിക്കുന്നതാകാം. ആദ്യത്തെ ഫേസ് പിന്നെ റിയാക്റ്റീവ് മിഷൻസ് ആണ്. നമുക്കറിയാം അതിന് പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല. ആ സിറ്റുവേഷനോട് പ്രതികരിക്കുന്ന റിയാക്റ്റീവ് മിഷൻസ് ആണ്. കാൽക്കുലേറ്റർ, IBM ഇറക്കിയിട്ടുള്ള ഡീപ്പ് ബ്ലൂ കമ്പ്യൂട്ടർ ഞെട്ടിച്ച് കളഞ്ഞു. കാസ്പ്രോവിനെ തോറ്റു ചെസ് കളിയിൽ. ഏറ്റവും ബുദ്ധിശക്തിയുള്ള ചെസ് കളി ചാമ്പ്യനെ തോൽപ്പിച്ചു ഡീപ്പ് ബ്ലൂ കമ്പ്യൂട്ടർ എന്ന് പറയുന്നതാണ്. അതിന് പറയുമ്പോൾ മെമ്മറിയും കൂടിയില്ല, തൽക്കാലം ഒരു റിയാക്റ്റീവ് മിഷൻ മാത്രമാണ്. എങ്ങനെയാച്ചാൽ 1000ഓളം നീക്കങ്ങൾ മുന്നിൽ കാണാനുള്ള ശേഷിയാണ്. അപ്പോൾ ഒരു മനുഷ്യ മസ്തിഷ്കത്തിന് അസാധ്യമായിട്ടുള്ള കാര്യമാണ് ഒരു റിയാക്റ്റീവ് മിഷൻ തന്നെ പ്രായോഗികവൽക്കരിച്ച് നമ്മൾ ആലോചിക്കണം. അതിനുശേഷം പക്ഷേ ഇവർക്ക് മെമ്മറി ഇല്ല, പഠിക്കില്ല. ആ സമയത്ത് റിയാക്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ, ഓർമ്മയിലൊന്നും നിൽക്കില്ല. അതിനുശേഷം ലിമിറ്റഡ് മെമ്മറി. ഈ ലിമിറ്റഡ് മെമ്മറിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അത് തന്നെ എന്ത് ശക്തിയാണ് ഉണ്ടാക്കുന്നത് ആലോചിച്ച് നോക്കുക. നമ്മളെ ChatGPTയും മെറ്റയൊക്കെ ലിമിറ്റഡ് മെമ്മറിയാണ്. അതിൻ്റെ വ്യത്യാസം പഴയതിൽ നിന്ന് അത് പഠിക്കും, അത് പുതിയ പാറ്റേണുകൾ തിരിച്ചറിയും, പെരുമാറും. പക്ഷേ എന്നാൽ തന്നെ അതിന് മനുഷ്യൻ്റെ മാതിരിയുള്ള ഒരു തിയറി ഓഫ് മൈൻഡ് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് എത്താൻ പറ്റുന്നില്ല. തിയറി ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞാൽ മനുഷ്യന് അവൻ്റെ ഒരാളായിട്ട് പെരുമാറുമ്പോൾ അവൻ്റെ വൈകാരികത മനസ്സിലാക്കാൻ പറ്റണം, അവൻ്റെ മനോഭാവം മനസ്സിലാക്കാൻ പറ്റും, അവൻ്റെ ഗൂഢ ഉദ്ദേശങ്ങൾ ഇതൊന്നും ഇപ്പോഴത്തെ എഐക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും ഇത് എന്നിട്ടും പെരുമാറുന്നില്ലേന്ന്. അതിലേക്കാണ് ഞാൻ വരാം. അപ്പോൾ എന്നാൽ മനുഷ്യൻ എത്ര വലുതാന്നുള്ളത് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് 4-5 വയസ്സാവുമ്പോഴേക്കെന്നെ ഒരു കുട്ടി തിയറി ഓഫ് മൈൻഡിലേക്ക് എത്തും. കാരണം മറ്റുള്ളവരെ പ്രതികരണം, അവൻ്റെ മനോഭാവം, അച്ഛന് ദേഷ്യം പിടിക്കുന്നുണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലോ, ഞാനൊരു കള്ളക്കഥ ഉണ്ടാക്കി പറയണ്ടേന്നൊക്കെ കുട്ടി അപ്പം തന്നെ മനസ്സിലാക്കും. 4-5 വയസ്സിലേക്കുള്ള തിയറി ഓഫ് മൈൻഡിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ വിചാരിക്കും ChatGPTക്ക് എങ്ങനെയാണ് നമ്മളെ ആശ്വസിപ്പിക്കുകയും പിന്നെ നമ്മളോടിപ്പോൾ പല ആൾക്കാരും ChatGPTയോട് ചോദിച്ചിട്ടാണ് ജീവിതത്തിലെ തീരുമാനങ്ങൾ തന്നെ എടുക്കുന്നത്. ഡൈവോഴ്സ് ചെയ്യണോ, ഇന്നോളെ കല്യാണം കഴിക്കണോ, ഇവനെ കൂട്ടത്തിൽ കൂട്ടണോ, ഇവൻ അപകടകാരിയാണെന്നൊക്കെ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഈ തിയറി ഓഫ് മൈൻഡ് അറിയാതെ? അപ്പം ഇതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ. ChatGPTക്ക് വികാരങ്ങളോ അനുഭവങ്ങളോ ഒന്നും മനസ്സിലാവില്ല, പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഭാഷയുടെ പാറ്റേണുകൾ അത് തിരിച്ചറിയും. അങ്ങനെയാണ് ChatGPT ശരിക്കും അവിടെ നമ്മൾ പറയുന്നതന്നെ നമ്മളോട് സിമ്പതി ഉണ്ടായിട്ടോ നമ്മൾ അനുഭവം പങ്കുവെച്ചിട്ടൊന്നുമല്ല നമ്മളെ ഉപദേശിക്കുന്നത്. ഒരു ടേപ്പ് റെക്കോർഡർ ദുഃഖഗാനം പാടുന്നതിന് ദുഃഖം ഉണ്ടായിട്ടല്ലല്ലോ,
അതുപോലെയാണ് ചാറ്റ് ജി പി ടി. ഒരു തെർമോമീറ്റർ പനി അറിയുന്നത് പനിച്ചിട്ടല്ല, അത് അളക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കാണ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ഞാൻ പറയാം, കൈൻഡ്ലി കൺസിഡർ എന്നുള്ളൊരു വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുമ്പോൾ അതിലൊരു അപേക്ഷ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വിത്ത് ഡ്യൂ റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ഡിസെൻ്റ് ഉണ്ട്, വിസമ്മതമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനത്തെ കാര്യം ഈ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മനുഷ്യനാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത്. പക്ഷെ അതിന് അനുഭവമോ വൈകാരികതയോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവില്ല. ഈ മൂന്നാമത്തെ തിയറി ഓഫ് മൈൻഡിലേക്ക് എത്തുന്ന സമയത്ത് അത് ഉണ്ടാവുന്ന, അത് മനസ്സിലാക്കാനുള്ള കഴിവ് വരും, മനുഷ്യൻ്റെ ഭാവങ്ങൾ. ഇപ്പം അങ്ങനത്തെ ചാറ്റ് പിന്നെ കുറേശ്ശെ വന്നു തുടങ്ങി. മുഖഭാവം മനസ്സിലാക്കാൻ വേണ്ടി കോൾ സെൻറ്ററിലൊക്കെ പിന്നെ ഈ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ വിളിക്കുന്നവൻ്റെ ടോണൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പെരുമാറും. ഡ്രൈവർമാർക്ക് ക്ഷീണമുണ്ടോ, ഡ്രൈവറെ മോണിറ്റർ ചെയ്ത് അവന് ക്ഷീണം വരുന്നുണ്ടെങ്കിൽ വണ്ടി ഓടിക്കണ്ടെന്ന് ഉപദേശിക്കും. അങ്ങനെ കോൺവെർസേഷണൽ ചാറ്റ് ബോട്ട്സൊക്കെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, സോഷ്യൽ റോബോട്ടുകളും. അപ്പോൾ ഇപ്പോൾ ഈ വന്നതുകൊണ്ട് തന്നെ മനുഷ്യനെത്തി നിൽക്കുന്ന വലിയ വ്യത്യാസങ്ങളുണ്ടല്ലോ. അത് ഈ മൂന്നാമത്തെ കഴിഞ്ഞാൽ പിന്നെ സെൽഫ് അവെയർ എ ഐ ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ അതിന് തന്നെ തോന്നും, ഞാൻ എന്തിനാ നിർമ്മിക്കപ്പെട്ടത്, ഈ മനുഷ്യന്മാരുണ്ടാക്കി ഈ മനുഷ്യന്മാരൊന്നും ശരിയല്ലല്ലോ. അത് സ്വയം ജഡ്ജ്മെൻറ്റിലാകുന്ന ഒരു എ ഐ അടക്കം സങ്കല്പത്തിൽ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ മനുഷ്യനെ തന്നെ അത് മാറ്റുക, അല്ലെങ്കിൽ മനുഷ്യനെ നന്നാക്കും, പഠിപ്പിക്കും. അതൊരു മറ്റൊരു ദൈവമായിട്ട് മാറും. എനിക്ക് തോന്നുന്നത് അത് വരിക നല്ലതെന്നാണ്. ഇപ്പോഴത്തെ മനുഷ്യൻ്റെ അവസ്ഥ കാണുമ്പോൾ സ്വയം നശിക്കുന്നതിനെക്കാട്ടിലും അവനെ തിരുത്തുന്ന ഒരു ശക്തിയായിട്ട് അവൻ തന്നെ ഉണ്ടാക്കിയ ദൈവമായി വരുന്നതിൻ്റെ അതൊക്കെ വരണമെങ്കിൽ ഒരു വലിയ ഗുപ്തനായർ പറഞ്ഞ മാതിരി പക്ഷേ ഉണ്ട് കേട്ടോ. ഗുപ്തനായർ എന്ത് പറയുമ്പോൾ ഒരു പക്ഷേ ഉണ്ടാവും. അപ്പം അതുപോലെ ഈ പക്ഷേ ഈ എയുടെ ഗുണക്കുണ്ടെങ്കിൽ അതിനെ ചെകുത്താനാക്കി മാറ്റുന്ന ഫൈനാൻസ് ക്യാപിറ്റലിസ്റ്റ് ശക്തികളിൽ നിന്ന് അത് വിമോചിപ്പിക്കപ്പെടണം, അല്ലെങ്കിൽ ഈ ദൈവം ചെകുത്താനായി മാറുമെന്നതാണ്. അതാണ് അപ്പം ഈ എനെ അഡ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പൊളിറ്റിക്സാണ് അഡ്രസ് ചെയ്യുന്നത്. വലതുപക്ഷ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയം അഡ്രസ് ചെയ്യേണ്ടി വരികയാണ്. ഫൈനാൻസ് ക്യാപിറ്റലിസത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് എയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അതിൻ്റെ പിന്നെ നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാകുന്ന സൗഭാഗ്യങ്ങൾ, ഇപ്പം ചീത്ത പറയണതിനെ പറ്റി നല്ലത് പറയണമല്ലോ. കൃഷിയിലുണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ, കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റും, വിളകൾക്ക് വരുന്ന അസുഖങ്ങൾ പ്രവചിക്കാൻ പറ്റും, പിന്നെ വെള്ളവും വളവും എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ കൃഷിയൊക്കെ ഫലപ്രദമാക്കാം. വ്യവസായത്തിൽ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുക. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു മിഷനറി ഇന്ന് സ്ഥാപിച്ചു കഴിഞ്ഞാൽ 15 കൊല്ലം കഴിഞ്ഞാൽ ഇന്ന ദിവസം അതിന് റിപ്പയർ വേണ്ടി വരും, ഇന്നത് പ്രിഡിക്റ്റീവ് എന്നുള്ള അതിൻ്റെ തേയ്മാനം കണക്കാക്കിയിട്ട്. എന്തൊരു അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. 10 കൊല്ലം കഴിഞ്ഞ് ഏത് ദിവസം ഈ പാർട്ട് മാറ്റണമെന്ന് ഇപ്പം തന്നെ നമ്മളോട് പറയും. ഇതൊക്കെ ഇപ്പം തന്നെ ഈ ലിമിറ്റഡ് മെമ്മറി വെച്ച് കളിക്കുന്ന കളിയാണ്. പിന്നെ മെഡിസിന്, ക്യാൻസർ ഡയഗ്നോസിസ് കറക്റ്റായിട്ട് വരുന്നു. പിന്നെ ഭാവിയിലുണ്ടാകുന്ന എയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ബ്രാഞ്ച് ഓഫ് പിന്നെ നോളജും ഉണ്ടല്ലോ, അത് ഇല്ലാതെ നമുക്ക് അതിവേഗം മുന്നോട്ട് വരും. ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ ആണെങ്കിൽ 2 ഉദാഹരണം പറയാം. നമ്മളെ കോസ്മോളജി, നാനോ ടെക്നോളജി. ഒന്ന് കോസ്മോളജി വലുത്, നാനോ ടെക്നോളജി ഏറ്റവും ചെറുത്. കോസ്മോളജിയിലൊക്കെ പോയി ഈ സ്പേസ് ടെലസ്കോപ്പിലൊക്കെ ഉപയോഗിച്ചിട്ട് ബയോസിഗ്നേച്ചറുകൾ കണ്ടുപിടിക്കുന്നത്. മനുഷ്യൻ മാത്രമല്ല, ജീവജാലങ്ങൾ ബഹിർഗമിക്കുന്ന വാതകങ്ങൾ പലയിടത്തും വരുന്നു എന്നത്. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ഉണ്മ മാറുകയാണ്. ബ്ലാക്ക് ഹോളിനെ പറ്റിയിട്ടുള്ള ഇതെല്ലാം എയിൽ കൂടെ മാത്രമേ വരൂ. കാരണം അത്രയ്ക്ക് വലിയ ഡാറ്റ പ്രോസസ്സിങ് വേണമെന്നതാണ്. ഒരു 100,000-10,000 ആൾക്കാർ ലാബറട്ടറിയിൽ പണിയെടുത്താലും പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. കൊണ്ട് പ്രോസസ്സ് ചെയ്താൽ ഭാവിയിൽ മനുഷ്യൻ്റെ ഉണ്മയെ തന്നെ നമ്മൾ ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്മ മാറുകയാണ്. ബ്ലാക്ക് ഹോളിൻ്റെ പിന്നെ അടിസ്ഥാനം മനസ്സിലാവുന്ന സമയത്ത് ഈ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢ ഭാഷ മനസ്സിലാക്കുക. അതോടുകൂടി മനുഷ്യൻ്റെ ഉണ്മയെ പുനർനിർവചിക്കാൻ സാധിക്കുന്നു. പിന്നെ ജീനോമിക്സിലുള്ള കാര്യം, ഇനിയിപ്പോൾ നമ്മൾ പണ്ട് വിചാരിക്കുന്നതെല്ലാം ഈ മരണം എന്ന് പറഞ്ഞാൽ ഒരു
ദിവ്യമായിട്ടുള്ളൊരു ശാപമാണ്. ഇപ്പം മരണം ഒരു ബയോളജിക്കൽ പ്രോസസ്സാണ്. മരണം തന്നെ ഇല്ലാതെയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ജീൻ കാര്യങ്ങളൊക്കെ 150 വയസ്സൊക്കെ സുഖമായിട്ട് 15 കൊല്ലം കൂടി നമുക്കൊരു 5 കുറച്ച് കൊല്ലം ഒരു 10 കൊല്ലമൊക്കെ നമ്മളങ്ങ് ഉന്തിക്കഴിഞ്ഞാൽ പിന്നെ 20 കൊല്ലം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എന്നുള്ളൊരു ശുഭപ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ മരണം തന്നെ ഓപ്ഷണൽ, വേണമെങ്കിൽ മരിക്കാം അല്ലെങ്കിൽ മരിക്കാതെ ഇരിക്കാം, അങ്ങനെ ഓപ്ഷണൽ ആക്കാനുള്ള മരണത്തിലേക്ക് ഇതിലേക്കടക്കം നമ്മളെ എത്തിക്കുന്നു. പിന്നെ പിന്നെ മഹാമാരികൾ തടയിടാൻ വേണ്ടിയിട്ടുള്ള എയുടെ ഒരു ശക്തി ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ COVID-19 ഒന്നിനിപ്പോൾ COVID-39 വരിക വിചാരിക്കുക. ഇന്ന് 2039 ഉണ്ടാകാൻ പോകുന്ന കോവിഡിൻ്റെ വാക്സിൻ ഇന്ന് ഉണ്ടാക്കി വെക്കാം നമുക്ക്. വരാൻ പോകുന്ന സുഖം, കാരണം ഇത് കമ്പ്യൂട്ട് ചെയ്യാണ്, ഇത് എങ്ങനെയാണ് ഇത് ട്രാൻസ്ഫോം വരുന്ന വൈറസ് നോക്കിയിട്ട് വരാൻ പോകുന്ന സൂക്കേടുകൾക്ക്, സൂപ്പർ ബഗ്ഗുകളെ തടയാനുള്ള, ഇങ്ങനെ മനുഷ്യ ജീവിതം പരമാനന്ദകരമാക്കാനുള്ള ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഇതിനെ ഇന്ന് നിയന്ത്രിക്കുന്നത്, ഇതിൻ്റെ ഭയാശങ്കകൾ, ഇതിനെ പറ്റിയിട്ടുള്ള അപകടം മുഴുവൻ ഇത് കോർപ്പറേറ്റുകളുടെ കയ്യിൽ, സിലിക്കൺ വാലി കൂട്ടരുടെ കയ്യിലാണ്. കാരണം അവർക്കേ സാധ്യമുള്ളൂ. ഇതിന് ഭീമമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് ശേഷിയും മൂലധനവുമാണ്. അതുകൊണ്ട് അവർ ഇന്ന് ഇൻ്റലിജൻസ് മൊണോപ്പൊളിയായിട്ട് പ്രവർത്തിക്കുകയും പിന്നെ കാലിഫോർണിയയിലുള്ള കുറച്ച് കമ്പനികൾ നമ്മളെ ഭൂലോകത്തുള്ളവരുടെ സമ്പത്ത് മുഴുവൻ പിന്നെ ഇതാക്കി എടുത്തിട്ട് ഉപയോഗിക്കാനുള്ള ഡ്രെയിൻ ചെയ്തിട്ട് ട്രില്യൺ, അത്രയ്ക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത സമ്പത്താണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. അതോടുകൂടി ആൾക്കാരുടെ ജോലി പോകുന്നു, ആൾക്കാർ തമ്മിലുള്ള അന്തരമുണ്ടാക്കുന്നു. ഇത് പിന്നെ പല നിലയ്ക്ക് സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ AI ഉപയോഗിച്ചുകൊണ്ട് ഈ അൽഗോരിതം വിചാരിച്ചിട്ട് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, നമ്മളുടെ ചീത്ത വികാരങ്ങൾ വളർത്തുന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയയിൽ പിന്നെ വേണ്ടാത്തരങ്ങൾ പറയുന്നു, വിവരക്കേട് പറയുന്നവൻ ഭയങ്കര അൽഗോരിതം സ്ക്രോൾ ചെയ്ത് എത്രയെന്ന് മാത്രമേ നോക്കുള്ളൂ, നല്ല കാര്യമാണോ ചീത്ത കാര്യമാണോ നോക്കില്ല. അങ്ങനെ ചീത്തത്തരങ്ങളും മനുഷ്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കാനുള്ള ഭീകരമായ അവസ്ഥയിലേക്ക് AI എത്തിക്കാൻ പറ്റും. അതോടുകൂടി മനുഷ്യൻ തന്നെ വെറും കമ്പോള ജീവിയായിട്ട് അധപ്പതിക്കുന്ന ഒരു വലതുപക്ഷ രാഷ്ട്രീയം ആണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെ വിമോചിപ്പിച്ചെടുക്കാൻ പറ്റും എന്നതാണ് മനുഷ്യൻ്റെ, അതിപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഉണ്ട്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലേക്ക് ഈ AI ചെകുത്താനല്ലാതെ AI വിമോചിപ്പിച്ചെടുക്കും. എഴുത്തുകാർക്കൊക്കെ പൊതുവെ AI ഒരു തരം അലർജിയാണ്. എന്താ, ഞങ്ങളുടെ ക്രിയേറ്റിവിറ്റി കക്കാൻ വരുന്നൊരു ശത്രുവാന്നുള്ളതാണ്. അത് നമ്മളൊരു തെറ്റായ ധാരണയാണ്. കാരണം എന്താ വെച്ചാൽ ശരിക്കും മനുഷ്യൻ്റെ ഉണ്ടാക്കിയതാണ്. മനുഷ്യനുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും AI ബുദ്ധിശക്തി എന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിച്ചിരുന്ന മനുഷ്യരും ഇന്ന് ജീവിക്കുന്ന മനുഷ്യരും ഇവരെല്ലാം മസ്തിഷ്ക ശേഷി ഒന്നായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിൽ നമ്മൾ അസൂയപ്പെടണ്ട. ഇത് നമ്മളുടെ തന്നെയാണ്, നമ്മളുടെ ജനസഹസ്രങ്ങളുടെ ജനസഞ്ചയത്തിൻ്റെ ബുദ്ധിയാണ്, മരിച്ചുപോയവരെയും കൂടി അടങ്ങുന്ന സാധനമാണ്. അതിനോട് നമുക്ക് അസൈഷൻ ഉണ്ടാവുന്ന വേറൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഈ വെസ്റ്റേൺ മോഡേണിറ്റി ഉണ്ടാക്കിയ സ്വകാര്യത പൊളിറ്റിക്സ്. ഞാൻ ആണ് വലുത്, ഞാൻ എന്നെയൊക്കെ വയ്ക്കാൻ ആരും പാടില്ല, ഇങ്ങനെ ഇൻഡിവിജ്വലിസത്തിൻ്റെ ഒരു കോംപ്ലക്സാണ് നമ്മൾ അറിയാതെ AI ശത്രുവാക്കി മാറ്റുന്നത്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമ എന്ന് പറയുമ്പോൾ പ്രശ്നമില്ല. ഞാനാണ് വലുത് എന്ന് വെസ്റ്റേൺ മോഡേണിറ്റി പഠിപ്പിച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഇൻഡിവിജ്വലിസമാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ പ്രധാനമല്ല, സമൂഹമാണ് പ്രധാനം, മനുഷ്യ സഞ്ചയമാണ് പ്രധാനമാകുമ്പോൾ എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ഞാൻ എൻ്റെ എഴുതുന്നതാണോ? MM വിജയൻ മാഷൻ പറഞ്ഞ മൗലികമായിട്ടൊരു സാധനവും ഞാൻ എഴുതുന്നെല്ലാം എൻ്റെ മുമ്പ് എഴുതിയവരെയും മറ്റവരെയും സാധനങ്ങൾ എൻ്റെ ചെറിയൊരു തള്ളലും കൂടി ഞാൻ നടത്തുന്നേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോൾ AI നമുക്ക് അസൂയ വിചാരിക്കേണ്ട 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ, എനിക്ക് യാതൊരു കാര്യവുമില്ല. പക്ഷേ AI ഈ ചെകുത്താന്മാരിൽ നിന്ന് വിമോചിപ്പിച്ചെടുത്താൽ മനുഷ്യ സൗഭാഗ്യത്തിൻ്റെ ഒരു മനുഷ്യ സ്വർഗം തന്നെ നമുക്ക് സൃഷ്ടിച്ചു തരുന്ന ഒരു ദൈവമായിട്ട് മാറാനുള്ള വഴിയുണ്ട്. കാരണം നമുക്കതിൽ വേറെ ഒരു പിന്നെ ഒരൊറ്റ കാര്യമുണ്ട് കേട്ടോ, അത് AI നമുക്ക് പരിഹാരം ഉണ്ടാക്കും. അതായത് മനുഷ്യൻ AI നമുക്ക്
വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ബിപിൻ പറഞ്ഞ മാതിരി എല്ലാ കാര്യവും നമ്മൾ അതിനെ ഏൽപ്പിക്കുക. ഇപ്പം മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശേഷി നശിക്കുന്നു. ഇപ്പം തന്നെ കമ്പ്യൂട്ടർ വന്നുകൂടി 16 എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മ ഉത്തരം പറയും. എൻ്റെ അമ്മയ്ക്കിപ്പോൾ ഓർമ്മയില്ല, അമ്മ മരിച്ചു ചെയ്യും. ഇപ്പം എനിക്ക് 16 എന്ന് പറഞ്ഞാൽ ഉടനെ കമ്പ്യൂട്ടർ നോക്കണം എന്നുള്ള ഒരു ഗതികേടുണ്ട്. ഇങ്ങനെ ഈ ബ്രെയിൻ ഔട്ട്സോഴ്സിങ് ആകുമ്പോൾ നമ്മളെല്ലാം ഇതാക്കുമ്പോൾ മനുഷ്യ മസ്തിഷ്കം വളരണമെങ്കിൽ അതിന് ചാലഞ്ചസ് വേണം. അതില്ലാതെ ആക്കുന്ന ഒരു പ്രശ്നം ഫിലോസഫിക്കൽ പ്രശ്നമാണ്. അത് ശരിയായിട്ട് അതിപ്പോൾ നമ്മൾ കോർപ്പറേറ്റുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഈ പ്രശ്നം നിലനിൽക്കും. ഇപ്പം ചെന്നായ്ക്കളെ പറ്റി പറയുന്നുണ്ട്. ഈ ബയോളജിയുടെ സ്വഭാവം, ഈ ചെന്നായ്ക്കൾക്ക് വളർത്തുന്ന നായ്ക്കളെക്കാട്ടിലും ഭയങ്കര ബുദ്ധിശക്തിയാണ്. കാരണം ചാലഞ്ചസ് ഉണ്ട്. നമ്മൾ പെറ്റായിട്ട് വളർത്തുമ്പോൾ ബിറ്റയുടെ എല്ലാം ബുദ്ധിശക്തി കുറയും, അതിന് ത്രട്ടില്ല, ചാലഞ്ചില്ല. അങ്ങനെ മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ശേഷി കുറയുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞുതരും, ഇന്ന എക്സസൈസ് ചെയ്യണം, ഗുണഘോഷം പഠിക്കണം എന്നൊക്കെ പറഞ്ഞുതരും. അതിന് നമുക്ക് വഴി ഉണ്ടാക്കാം. പക്ഷേ അത് നമുക്ക് വേറെ കണ്ടെത്തേണ്ട വഴികളാണ്. എന്നാൽ ഈ കോർപ്പറേറ്റിൽ നിന്ന് വിമോചിപ്പിച്ച് കഴിഞ്ഞാൽ അതിനുള്ളൊരു ഗുണം അതിനെ എന്ത് ഫീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ലാഭമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പം അത് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ക്രിസ്തുവിനെയും മാർക്സിനെയും ഗാന്ധിനെയൊക്കെ ഒന്ന് ഫീഡ് ചെയ്ത് നോക്കൂ. ആ തോന്നിവാസം കാട്ടാൻ നമ്മളെ സമ്മതിക്കില്ല. അതിനെ മനുഷ്യ നന്മയുടെ, അപരപരിഗണനയുടെ, അഭേദബോധത്തിൻ്റെ, ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങളൊക്കെ ഏയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ സമ്മതിക്കില്ല. നമ്മളെ തോന്നിയാസം കാണിക്കാൻ സമ്മതിക്കില്ല. കാരണം എല്ലാവരും കൂടി നോക്കുന്ന ഒരു കണ്ണാണ് എയിൽ കൂടെ വരുന്നത്. എനിക്ക് പറയുന്നത് ഇപ്പം അങ്ങനത്തെ ഒരു വരികയാണെങ്കിൽ സുപ്രീം കോടതി ജഡ്ജാക്കുന്ന ആണ് നല്ലത്. കറക്റ്റായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആയിരിക്കും. മനുഷ്യത്വത്തിൻ്റെ എല്ലാ മഹത്വം നീതിയും ഉൾക്കൊണ്ടിട്ടുള്ള ഇത്. ഞാൻ വലിയൊരു കഥ എഴുതുന്നവർക്ക് പിന്നെ എന്തും അങ്ങേയറ്റം ഉട്ടോപ്പിയയിലേക്ക് പോകാനുള്ള ഒരു അധികാരമോ പിന്നെ തെറ്റായ അവകാശമോ ഉണ്ടല്ലോ. അതുകൊണ്ട് പറയാം. അപ്പം ഞാൻ ഊന്നുന്നത് പിന്നെ ഇല്ലാതെ നമുക്കിതിനെ നേരെയാക്കി എടുക്കാതെ ജീവിക്കാൻ പറ്റില്ല. അതൊരു അതിജീവനം. മനുഷ്യന് ഇന്ന് അതിജീവിക്കണമെങ്കിൽ ഐയെ ഈ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് വിമുക്തമായി പ്രോഗ്രസീവായിട്ട് ഉപയോഗിക്കേണ്ടി വരും. കാരണം ക്ലൈമറ്റ് ചേഞ്ചിനെ എങ്ങനെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്? ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടണമെങ്കിൽ 30 കൊല്ലം ഇങ്ങനെ പോവുകയാണെങ്കിൽ ട്രംപ് ഇന്നൊരു വലിയൊരു പരിപാടി ഉറപ്പിച്ചിട്ടുണ്ട്. ട്രംപ് ഹരിതവാതകങ്ങൾ മനുഷ്യന് ഹാനികരമാണെന്ന ശാസ്ത്രീയമായ നിഗമനത്തെ തള്ളിക്കളഞ്ഞു ഈ മനുഷ്യൻ. കാരണം എന്താ? കാർ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട. ശാസ്ത്രീയമായിട്ട് പഠിച്ച കാര്യമാണ്. ഒബാമ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. കാരണം അത് പറയുമ്പോൾ ഹരിതവാതകങ്ങൾ ബഹിർഗമിക്കുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാർ ഉണ്ടാക്കുന്നതിൽ പ്രത്യേക എക്യുപ്മെൻറ്റ്സ് വേണം. അപ്പം ചിലവ് കൂടും, കാറിന് വില കൂടും, ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല. അതിനുവേണ്ടി അതും കൂടി ഇല്ലാതെയാക്കി. ഇങ്ങനെ ഈ ട്രംപ്മാരുടെ നേതൃത്വത്തിൽ ലോകം പോവുകയാണെങ്കിൽ 30 കൊല്ലം കൊണ്ട് 1/3 വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഹ്യൂമിഡിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് മനുഷ്യൻ 1/3 ലോകത്ത് ഭാഗത്തും ശ്വാസം മുട്ടി അപ്പം മരിച്ചു. ബോംബെ പിന്നെ കൽക്കട്ട ഒക്കെ മുങ്ങിപ്പോവാൻ പോവുകയാണ്. അങ്ങനെ നരകതുല്യമായിട്ടുള്ള ലോകം ഉണ്ടാവുമ്പോൾ അതിനെ വിമോചിപ്പിക്കണമെങ്കിൽ കൂടെ പറ്റുള്ളൂ. അതിന് പ്രിഡിക്റ്റ് ചെയ്യാൻ ചൂരൽമല അതുണ്ടാവും, ആൾക്കാർ ഒഴിഞ്ഞു പോയിക്കോളി ഇന്ന് തന്നെ പറയും. മാത്രമല്ല കാർബൺ എമിഷനെതിരായിട്ടുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ അപ്പം മനുഷ്യനെ അതിജീവിക്കണേ, കോവിഡ് മഹാമാരിയിൽ നിന്ന് അതിജീവിക്കണേ ഇല്ലാതെ സാധ്യമല്ല. മനുഷ്യൻ്റെ പരിണാമത്തിലെ ഈ സൈബോർഗുകളെ പറ്റിയുള്ള മനുഷ്യന് ബയോളജിക്കലായിട്ടുള്ള പരിണാമത്തിന് ഒരു പരിധിയുണ്ട്. അത് സ്ലോ ആണ്. മനുഷ്യൻ തന്നെ അതിനെ വലിയ ലീപ്പാക്കി മാറ്റിയ മനുഷ്യശക്തിയുടെ പരിണാമത്തിൻ്റെ ചുവടുകളായിട്ടടക്കം പിന്നെ എയിനെ നമുക്ക് മാറ്റാം. എയിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യന് അതിജീവന സാധ്യതയില്ല. ചിഹ്നഗ്രഹങ്ങൾ ഇങ്ങോട്ട് വന്ന് പതിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഡാറ്റ പഠിച്ചിട്ട് അതിന് കറക്റ്റായിട്ട് റോക്കറ്റ് അടിച്ചിട്ട് അതിനെ ഇതാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എയിനെ വിമോചിപ്പിക്കേണ്ടത് ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതൊരു ആസുര ശക്തിയാണ്. മനുഷ്യനെയും ലോകത്തെയും ആൻറ്റി ഇൻ്റലക്ച്വലിസം പ്രചരിപ്പിക്കുക. ബുദ്ധിയില്ലാത്തവരാണ് വേണ്ടത്. നമ്മൾ തിന്നാനും കുടിക്കാനും, മറ്റേ വാക്ക് ഞാൻ പറയുന്നില്ല, പിന്നെ ജനക്ക് പച്ചയ്ക്ക് പറഞ്ഞല്ലേ, തൂറാനും മാത്രമുള്ള പിന്നെ ജീവികളാക്കി നമ്മളെ മാറ്റുന്ന ഫൈനാൻസ്. നമ്മൾ പിന്നെ ഇതിൽ പോവുക, മാളിൽ പോവുക, തിന്നുക, കുടിക്കാനുള്ള ചിന്തയില്ല. ഇങ്ങനെ ചിന്തയില്ലായ്മയാണ് ട്രംപ് പോലെ ഒരു മഹാമണ്ടനെ, പരമദ്രോഹിയെ
ഇത്ര അധികം യൂണിവേഴ്സിറ്റികളിലുള്ള ഒരു അമേരിക്കയിൽ എന്തുകൊണ്ട് ഈ പരമദ്രോഹി വന്ന് കയറിയിരുന്നു? അവരുമെല്ലാം വെറും മാർക്കറ്റ് ജീവികളായി മാറി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നിന്ന് നമുക്ക് ആ ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ മാർക്സൊക്കെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഫ്യൂഡലിസത്തിന് ഒരു മുന്നോട്ടുള്ള പോക്കാണ്. ക്ലാസിക്കൽ പിന്നെ ക്യാപിറ്റലിസം ആയിരുന്നു. ഫൈനാൻസ് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വഭാവം എന്താ വെച്ചിട്ടുണ്ടോ, അത് ക്ലാസിക്കൽ പിന്നെ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിച്ചിട്ടാണ് ലാഭം ഉണ്ടാക്കിയത്. ഫൈനാൻസ് ക്യാപിറ്റലിസം ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നില്ല, അത് തട്ടിപ്പ് പ്രസ്ഥാനത്തിൽ കൂടെയാണ്. ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുക, പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇങ്ങനെ തട്ടിപ്പുകൾക്ക് ഒരു ഉൽപ്പാദനവും നടത്താതെ മാനിപ്പുലേഷനിൽ കൂടെ തെറ്റായ പ്രചരണങ്ങളിൽ കൂടെ പരസ്യം കൊണ്ട് ആൾക്കാരെ പറ്റിച്ചിട്ട് ഉണ്ടാക്കുന്ന ഏറ്റവും നികൃഷ്ടമായൊരു സാമ്പത്തിക ഘടനയാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. അതിൽ നിന്ന് എഐനെ വിമോചിപ്പിച്ചില്ലെങ്കിൽ അത് വിനാശകരമായി മാറും. ഏറ്റവും അപകടം മനുഷ്യരാശിയുടെ കുലം തന്നെ അത് മുടിച്ചു കളയും. പലതരത്തിലുള്ള മനുഷ്യന്മാരുടെ ശ്രേണികളുണ്ടാകും. ഇത് കൈയുള്ളവർ അധികാരികളായിട്ട് മറ്റുള്ളവരെ കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് വരും. അല്ല, ഇത് വിമോചിപ്പിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ തന്നെ ഈ ക്യാപിറ്റലിസത്തെ തകർക്കാനുള്ള പിന്നെ തത്വശാസ്ത്രപരമായ ദാർശനികമായിട്ടുള്ള നോക്കൂ, പണ്ട് പിന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം, യേശു എല്ലാം ആ കാലത്ത് ആൾക്കാർ 2026 കൊല്ലം വന്ന് നടക്കാനും നല്ല നല്ല അഹിംസയുടെ സഹിഷ്ണുതയുടെ നടക്കാനും പറയാനും കഴിവില്ലാത്ത സമയത്ത് തന്നെ മനുഷ്യൻ്റെ അകത്ത് നന്മയുടെ വലിയൊരു ശക്തിയുണ്ട്. അതിനെ വളർത്തിയെടുക്കാൻ പറ്റി. പേയിൽ കൂടെ നമ്മൾ ഇത് ഇങ്ങോട്ട് പ്രചരിപ്പിക്കുക വിചാരിക്കുക, ഈ നന്മയുടേതായിട്ടുള്ള കാര്യം വളരെ പിന്നെ ഇലക്ട്രിഫൈ ചെയ്യുന്ന മാതിരി മാറ്റമായിരിക്കും. നമ്മളെ കുട്ടികളെല്ലാം പുതിയ തലമുറയ്ക്ക് ഇപ്പോൾ മുഖത്ത് നോക്കാത്ത കുട്ടികളെ നമ്മളെ ആരി കെട്ടിപ്പിടിക്കും. അവർ സഹിഷ്ണുതയുടെയും കാരുണ്യത്തിൻ്റെയും അനുകമ്പയുടെയുമായിട്ടുള്ള മൂർത്തിമത് ഭാവങ്ങളാക്കാനുള്ള വലിയ പ്രചാരം എയ്ക്ക്. കാരണം 2026 കൊല്ലം മുമ്പ് ഒരു സൗകര്യമില്ലാത്ത സമയത്തടക്കം യേശു ഇത്ര വലിയ ഒരു നന്മയുടെ ഒരു പ്രൊപ്പഗേഷൻ നടത്താൻ പറ്റിയാൽ ഇന്നത്തെ ഈ എയും കൂടി അത് ഏറ്റെടുക്കുന്ന ഈ തെറ്റായ അൽഗോരിതങ്ങളൊക്കെ മാറ്റി ഇവരെ സ്നേഹിക്കുന്ന പിന്നെ ആളെ നശിപ്പിക്കുന്ന അൽഗോരത്തിൽ നിന്ന് മറ്റൊരു അൽഗോരിതം നമുക്ക് സങ്കല്പിക്കാൻ പറ്റിയാൽ വലിയ മനുഷ്യനെ ഈ ഭൂലോകത്ത് തന്നെ സ്വർഗമുണ്ടാക്കി തരുന്ന ദൈവമായിരിക്കും. ആ ദൈവം നമ്മളുണ്ടാക്കിയതാണ്. അതിനോട് കുശുമ്പും കുനുട്ടും വേണ്ട. അതിനെ വിമോചിപ്പിച്ചെടുക്കാനുള്ള സമരസന്നദ്ധതയാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. രാമനുണ്ണി സാർ അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞു. ഈ വിഷയത്തിൽ നിന്ന് അല്പം കൂടി അതിനെ വ്യാപിപ്പിച്ചുകൊണ്ട് എഐയുടെ ഒരു സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടാവുക, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വശങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് സാറ് കൂടുതലായിട്ട് സംസാരിച്ചത്. എനിക്ക് ചെറിയൊരു വിയോജിപ്പ് അതിൻ്റെ അവസാനത്തെ വാചകങ്ങളിലുണ്ട്. ജൻസി കുട്ടികളിൽ ഈ പറയുന്ന സഹിഷ്ണുതയില്ല അല്ലെങ്കിൽ സഹാനുഭൂതി ഇല്ല എന്ന് തീർത്തും സാറ് പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഈ സഹാനുഭൂതിയും സഹിഷ്ണുതയും ഒക്കെ പുതിയ തരത്തിൽ നിർവചിച്ചുകൊണ്ട് കാലത്തോട് സംവദിക്കുന്നവരാണ് ജൻസി കുട്ടികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, മൂല്യബോധങ്ങളെ സംബന്ധിച്ച് ഓരോ കാലങ്ങൾക്കും അതാത് കാലങ്ങളുടേതായ തത്വങ്ങളുണ്ട്. ഓരോ കാലത്തിനനുസരിച്ചും ആ മൂല്യബോധങ്ങൾക്ക് മാറ്റം വരുന്നുണ്ട്. എല്ലായ്പ്പോഴും കെട്ടിപ്പിടിക്കുന്നതല്ല നല്ല കാര്യമെന്ന് പുതിയ കുട്ടികൾക്ക് അറിയാമെന്ന് കൂടി അതിനോടൊപ്പം സാന്ദർഭികമായി കൂട്ടിച്ചേർക്കുകയാണ്. വിഷയത്തിലേക്ക് മടങ്ങി വരാം. നിർമ്മിത ബുദ്ധി സാഹിത്യത്തെ നിർമ്മിക്കുന്നുണ്ടോ എന്നുള്ള ഈ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. ദാമോദർ പ്രസാദ് സാറിൻ്റെ നിരീക്ഷണങ്ങൾ നമുക്ക് കേൾക്കാം. ബഹുമാനപ്പെട്ട രാമനുണ്ണി സാർ, സുഹൃത്ത് ബിബിൻ, പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ രാമനുണ്ണി സാർ ഏതാണ്ട് രണ്ട് വശങ്ങളും പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം അതിൻ്റെ അതെങ്ങനെയാണ് ഈ സാങ്കേതികവിദ്യ വിനാശകരമായി മാറാൻ സാധ്യതയുള്ളത്, അതിൻ്റെ ഒരു ചരിത്രം, പിന്നെ നിലവിലുള്ള സ്ഥിതി, പിന്നെ അതിൻ്റെ അപ്ലിക്കേഷൻ തലത്തിൽ അത് എത്രമാത്രം ഭാവിക്ക് ഗുണകരമായിരിക്കും എന്ന ഒരു സമഗ്രമായിട്ടുള്ള ഒരു ചിത്രമാണ് രാമനുണ്ണി സാർ അതിനെ സംബന്ധിച്ചിട്ട് നൽകിയത്. ഞാനിപ്പോൾ ഇവിടെ സാർ സംസാരിക്കുമ്പോൾ ഞാൻ ആലോചിച്ച് ഞാൻ പറയാനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഞാൻ രാമനുണ്ണി സാറിൻ്റെ എഴുത്തിനെ കുറിച്ചാണ് ആലോചിച്ചപ്പോൾ. അപ്പോൾ ഞാൻ രാമനുണ്ണി സാറിനെ സമഗ്ര അവതരിപ്പിക്കുന്ന സമയത്ത് വേറൊരു വശം ഞാൻ അതിലേക്ക്, അപ്പോൾ ലിറ്ററേച്ചറും കൂടി ആയിട്ട് ബന്ധപ്പെട്ട ഒരു സെഷനാണല്ലോ ഈ രാമനുണ്ണി സാറിൻ്റെ റൈറ്റിങ്ങിൻ്റെ പ്രത്യേകത. നിങ്ങൾ എത്ര പേര് വായിച്ചെനിക്കറിയില്ല, അതുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. ഇപ്പോൾ അത് സൂഫി പറഞ്ഞ കഥയാണെങ്കിലും ചരമവാർഷികമാണെങ്കിലും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പുസ്തകമാണ് കഥകളാണെങ്കിലും എത്ര പേര് വായിച്ചിട്ടുണ്ട്?
അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഞാൻ എയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ഒരു രാമനുണ്ണി സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്ത് ഞാൻ ആലോചിക്കായിരുന്നു പോയിരുന്നിട്ട്. സാർ കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ട് വസ്തുനിഷ്ഠമായിട്ടാണ് എയെ സമീപിച്ചത്. ഇപ്പോൾ തന്തപ്പുറ തെയ്യം എന്ന് പറഞ്ഞൊരു കഥാസമാരമുണ്ട്. അതിൽ മാറിടം ഉണ്ടാവുന്നൊരു കഥയുണ്ട്. മാറിടം ഉണ്ടാവുന്ന കഥ, അതൊക്കെ വായിക്കേണ്ട ഒരു രസമായിട്ടുള്ള കഥയാണ്. അതിൽ സാറിന് പൊതുവിൽ ഒരു കഥകളിലും സിനിമ ഒരു ജീവിത വീക്ഷണം, അതിൻ്റെ അകത്ത് ഒരു മൗലികമായിട്ടൊരു വീക്ഷണം എഴുത്തിൽ ഇന്ന് പുതിയ പല എഴുത്തുകളിലും നമ്മൾ കാണുന്ന കാര്യം ഞാൻ ആ യോജിപ്പിന് രേഖപ്പെടുത്തും. പുതിയ പല എഴുത്തുകളിലും കാണുന്നുണ്ടെങ്കിൽ ഒരു മൗലികമായ വീക്ഷണത്തെ പിന്തുടരുന്നില്ല ഒരു എഴുത്തുകാരൻ. അയാളിങ്ങനെ ചിതറിയ ആശയങ്ങൾ അവതരിപ്പിക്കുന്നുള്ള രീതിയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മളൊരു മോഡേണിസമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എഴുത്തുകാരും അതിന് തുടർന്ന ആൾക്കാരൊക്കെ തന്നെ ഒരു മൗലികമായ വീക്ഷണം അവരുടെ എഴുത്തുകളിലെല്ലാം പിന്തുടരാറുണ്ട്. ഒരു ജീവിത വീക്ഷണം, ഒരു പ്രപഞ്ച വീക്ഷണമൊക്കെ. ഈ പ്രകൃതിയായി ബന്ധപ്പെട്ട മനുഷ്യൻ്റെ ഒരു വൈരുദ്ധ്യം, ആ പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ എത്രമാത്രം അകലുന്നു, ആ അകൽച്ച സൃഷ്ടിക്കുന്ന അന്യവൽക്കരണം, കുറേ അതിൻ്റെ അകത്ത് വലിയൊരു മാർഗസങ്കല്പം അന്തർഹിതമാണെന്ന് എനിക്ക് തോന്നുന്നു രാമനുണ്ണി സാറിൻ്റെ, അത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ കൂടി. അപ്പോൾ ആ ഒരു പരിപ്രേക്ഷ്യം ആ കഥകളിലെല്ലാം അത് ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ അത് വളരെ അതിൻ്റെ ഹൈറ്റ്സിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് കെ പി രാമനുണ്ണിയുടെ കഥയിൽ ഇതുള്ളത്. ഈ കഥയിൽ മാരണം ഉണ്ടാകുന്ന കഥ നിങ്ങൾ വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ കഥ എന്ന് പറയുന്നത് മലയാളത്തിലൊരു വളരെ മൗലികമായിട്ടുള്ള കഥയും കൂടിയാണ്. അത് ഞാനിപ്പോൾ ഇങ്ങനെ സാർ ഇത് പറയുമ്പോഴാണ് ആ കഥയെക്കുറിച്ച് ആലോചിക്കാനൊരു കാരണം ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ കഥയിലെ കഥാപാത്രങ്ങളുടെ പേരൊന്നും കൃത്യമായി ഞാൻ ഓർക്കണമെന്നില്ല. ആ കഥ എന്ന് പറയുന്നത് ഒരു ഡോക്ടറാണ്, ഒരു വൈദ്യശാസ്ത്രം, അതായത് വളരെ പ്രസിദ്ധനായ ഒരു ഓർഗോളജിസ്റ്റാണ് അതിൻ്റെ അകത്തെ മുഖ്യ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മറ്റൊരു കഥാപാത്രം. അതിൽ വേറൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണെങ്കിൽ ഹോമിയോപ്പതി ഡോക്ടറാണ്. അപ്പോൾ ഇവരൊരു സ്ഥലത്തേക്ക്, ഒരു പുതിയ ഫ്ലാറ്റിലേക്ക് താമസം മാറ്റുകയും ഒക്കെയാണ് ആ കഥ തുടങ്ങുന്ന സമയത്ത് പറയുന്നത്. അതിനുശേഷം അരുന്ധതി എന്നാണോ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവർ അയൽപക്കത്തുള്ള ഈ ഹോമിയോപ്പതി ഡോക്ടർ ആ നാട്ടിലൊരു സാധാരണ മനുഷ്യൻ, പക്ഷേ ഈ ഓങ്കോളജി വന്ന ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരാൾ ആ സ്ഥലത്തേക്ക് ഗ്രാമപ്രദേശത്ത് കടന്നു വരികയും അദ്ദേഹത്തിന് വലിയൊരു ആ നിലയ്ക്ക് ഓങ്കോളജി ഡോക്ടർ നിലയ്ക്ക് വലിയൊരു അതീശത്വമുണ്ട്, വളരെ അംഗീകാരമുണ്ട്, ആൾക്കാർ അദ്ദേഹം തേടി വരുന്നുണ്ട്. അപ്പോൾ നിസ്വനായൊരു മനുഷ്യനാണ് ഈ പറഞ്ഞ ഹോമിയോപ്പതി ഡോക്ടർ. അങ്ങനെ ആ ചികിത്സയ്ക്ക് വേണ്ടി ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഡോക്ടറുടെ ഭാര്യ ഹോമിയോപ്പതി ഡോക്ടറുടെ അടുത്ത് പോവുകയും അങ്ങനെ ഒരു ഘട്ടമെത്തുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ആ കഥ ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിൻ്റെ അകത്ത് ആ കഥയിലൊരു ഘട്ടത്തിൽ ഈ സ്ത്രീക്ക് ബ്രസ്റ്റ് ക്യാൻസറാണെന്ന് മനസ്സിലാക്കുകയും അങ്ങനെ ആ ബ്രസ്റ്റ് റിമൂവൽ ശാസ്ത്രീയമായി തന്നെ ഭർത്താവ് ഓങ്കോളജിസ്റ്റ് ആണല്ലോ, ഈ സർജിക്കൽ ഓങ്കോളജിയിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നതെന്ന് തോന്നുന്നത് കഥേൻ്റെ അകത്ത്. അതിനാക്കാണ് പിന്നീട് ഇതിന് ശേഷം ഇവർ തമ്മിലുള്ളൊരു തരം വിദഗ്ധമായിട്ടുള്ള ലൈംഗികബന്ധമാണ് ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാരുള്ളത്. അവരുടെ ജീവിതത്തിലൊരു അന്യവൽക്കരണം, പുതിയ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന അന്യവൽക്കരണം, അതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ ഇതിന് ശേഷം ഈ സ്ത്രീ ഈ ബ്രസ്റ്റ് റിമൂവിന് ശേഷം ഒരിക്കൽ കൂടി ഈ ഹോമിയോപ്പതി ഡോക്ടറെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ അത് വലിയ സാന്ത്വന ചികിത്സയുടെ സ്വഭാവം അതിൻ്റെ അകത്ത് കാണാം. നമ്മൾ ഇന്ന് വളരെ ശാസ്ത്രീയമായി അവതരിപ്പിക്കുന്ന സാന്ത്വന ചികിത്സയുടെ ഒരു സ്വഭാവത്തിലല്ല അത് നൈസർഗികമായിട്ടുള്ള ഒരു സ്വഭാവമുള്ള വളരെ സർഗാത്മകമായിട്ടൊരു സാന്ത്വനത്തിൻ്റെതാണ്. അങ്ങനെ ഇദ്ദേഹം ആ എന്താ പറയുക സർജറി നടത്തി മാറ്റിയ മാറിടം പ്രദേശത്ത് ഇങ്ങനെ തലോടുമ്പോൾ ഇവർക്കവിടെ ഒരു മാറിടം പുതുതായി സൃഷ്ടിക്കപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ പുതിയൊരു മാറിടം അവിടെ ജനിച്ചതായിട്ട്, അല്ലെങ്കിൽ പുതിയ മാറിടം ഉണ്ടായതായിട്ട് തോന്നുന്നൊരു കഥയാണ് ഈ മാറിടം ഉണ്ടാകുന്നത്. നമ്മൾ മരുഭൂമി ഉണ്ടാകുന്നതാണ് കഥ മലയാളത്തിൽ വായിച്ചത്, മാറിടം ഉണ്ടാകുന്നത്. അതിൻ്റെ അകത്ത് വലിയൊരു, എനിക്ക് ആ കഥ ഭയങ്കര ഇഷ്ടപ്പെട്ട കഥ. ഞാൻ വലിയൊരു ഭയങ്കര വല്ലാത്തൊരു ദാർശനികത കഥയ്ക്കകത്തുണ്ട്, മൗലിക ജീവിതവീക്ഷണം അതിൻ്റെ അകത്തുണ്ട്, ഈ പുതിയ ടെക്നോളജിയൊക്കെ സൃഷ്ടിക്കുന്ന വലിയ അന്യവൽക്കരണവും. അതുപോലെ ഞാനത് ഈ രീതിയിലും കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. കാര്യം പുതിയ സാന്ത്വന ചികിത്സയുടെ വലിയൊരു കമ്പോള ലോകം നമ്മളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ വലിയൊരു ക്രിട്ടിക്ക് അതിൻ്റെ അകത്ത് അന്തർഹിതമായി തോന്നുന്നു. ഞാനത് പറയാൻ കാരണം അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പുസ്തകം ശ്രദ്ധിക്കേണ്ട ഒരു വേറെ ഒരു നോവൽ. അപ്പോൾ ഈ ഇങ്ങനൊരു വളരെ പ്രകൃതിയിൽ നിന്ന് അന്യവൽക്കരിക്കുന്നൊരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥയെക്കുറിച്ച് ഉള്ളൊരു കാഴ്ചപ്പാടിൻ്റെ അകത്ത് ഞാൻ പെട്ടെന്ന് ഇത് ആലോചിക്കാം. ഇത് പറയാൻ കാരണം നമ്മളെ പുതിയ ടെക്നോളജി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഈ അന്യവൽക്കരണ പ്രക്രിയ എത്രമാത്രം ത്വരിതപ്പെടുത്തി, അതോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നൈസർഗികമായ അനുഭവങ്ങൾ നമ്മളെ എത്രമാത്രം അകറ്റി,
എന്നതിനെക്കുറിച്ചൊരു ആലോചിക്കാനും കൂടി ഒരുപക്ഷെ ഉപകാരപ്പെട്ടേക്കാം ഇതിൻ്റെ അകത്ത്. ശരിയാണ്, ഇതിനൊരുപാട് പോസിറ്റീവ് വശമുണ്ട്. ഇപ്പം നമ്മൾ ഈ സാങ്കേതികതയെക്കുറിച്ച് ഞാനധികം ആദർശവൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഇപ്പം ദൈനംദിനം ഇപ്പോൾ ഗൂഗിൾ സെർച്ച് പോലെയാണ് ChatGPT നമ്മുടെ ഓഫീസിലെല്ലാവരും ഉപയോഗിക്കുന്നത്. കാര്യം ദൈനംദിന അടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന ടെക്നോളജിയായി മാറിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ പ്രത്യേകിച്ച് ഓഫീസിൽ അത് ഉപയോഗിക്കാതിരിക്കാൻ വല്ല കാര്യം, പുതിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അത് സ്വാഭാവികമായിട്ടും മൾട്ടിമീഡിയയുടെ ഭാഗമായി മാറുന്നതുകൊണ്ട് നമ്മളെല്ലാവരും അത് ഗൂഗിൾ സെർച്ച് പോലെയൊക്കെ ഉപയോഗിക്കുന്നൊരു ടെക്നോളജി ആയിരുന്നു മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുകൾ ദിവസം വരും. അങ്ങനെ മിക്കവാറും എല്ലാവരും അതിൻ്റെ അകത്ത് പോയി സബ്സ്ക്രൈബ് ചെയ്ത്, നമ്മുടെ ഓഫീസിൽ മിക്ക ആൾക്കാരും ഓഫീസ് സബ്സ്ക്രൈബ് ചെയ്ത്, അതിലേറ്റവും ദുർബലം ഞാനായിരിക്കും, മിക്ക ആൾക്കാരും അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളീ പറയുന്ന ടെക്നോളജിനെ ChatGPT, ജെമിനി, മെറ്റ, ഡീപ് സീക്ക്, ഗ്രോക്ക്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള ടെക്നോളജി പറഞ്ഞത്. പിന്നെ ക്യാൻവ പോലുള്ള പോസ്റ്റർ മേക്കിംഗ്. വാസ്തവത്തിൽ എന്താണ് അതിൻ്റെ, നമ്മൾ വളരെ ആലോചിച്ചാൽ എന്താണ് അതിൻ്റെ അകത്ത് ചെയ്യുന്നത്? നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടമാനം ഡാറ്റാബേസ് ഉണ്ട്. അതായത് മനുഷ്യ ഇത്രയും കാലം ഉൽപ്പാദിപ്പിച്ച ഒരുപാട് ഡാറ്റ അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട്. അത് പാറ്റേൺ, അത് എല്ലാം മോഡലാണ്. ഇതിൻ്റെ പിന്നിലുള്ള എന്താണ്, ലാർജ് ലാംഗ്വേജ് മോഡലാണ്. ഇവർ പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യുന്നു. മെഷീൻ ലേണിംഗ് ആണ് മറ്റൊരു കാര്യം. നമ്മളിതിലേക്ക് ഡാറ്റ ഫീഡ് ചെയ്യുന്നു, ഡാറ്റ അത് പഠിച്ചെടുക്കുന്നു, പല പാറ്റേൺസും കൊടുക്കുന്നു. അപ്പോൾ KP രാമനുണ്ണി സാറിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് എന്നൊരു നോവലുണ്ട്, ഞാൻ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ. അത് എനിക്കറിയില്ല, ഞാൻ രാവിലെ വെറുതെ പറഞ്ഞാൽ ശരി ഉണ്ടോ അറിയില്ല, പക്ഷേ ഒരു പക്ഷേ അത് ഡാറ്റാബേസിലേക്ക് വന്നിട്ടുണ്ടാവാം. ഡാറ്റാബേസിൽ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് ആ ഡാറ്റാബേസിൽ കാണുന്ന സ്ഥിതിക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്യാൻ, അതിൻ്റെ അകത്ത് വളരെ ക്രിട്ടിക്കലായിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ഓൾറെഡി ആ ഡാറ്റ അതിൻ്റെ അകത്തുണ്ട്. അങ്ങനെ നിരവധിയായിട്ട് മനുഷ്യ ഇത്രയും കാലം ഉൽപ്പാദിപ്പിച്ച്, അതായത് ശരിക്കും മനുഷ്യൻ്റെ പാസ്റ്റാണ് അതിൻ്റെ അകത്തുള്ളത്. പാസ്റ്റ് ഡാറ്റ അതിൻ്റെ അകത്തുള്ളത്. ഈ മോമെൻറ്റിൽ ഡാറ്റ ഇല്ല, വരാൻ പോകുന്ന മെമ്മറിൻ്റെ ഡാറ്റ അതിൻ്റെ അകത്തില്ല. ഈ പാസ്റ്റ് ഡാറ്റയുടെ അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. പാസ്റ്റ് ഡാറ്റയെ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വാസ്തവ ടെക്നോളജികളെല്ലാം തന്നെ പാസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജിയെക്കുറിച്ച് ആദ്യത്തെ ക്രിട്ടിക്കലായിട്ടൊരു കൾച്ചറൽ തിയററ്റിക്കൽ ഇൻവെൻഷൻ നടക്കുന്നത് വാൾട്ടർ ബെന്നമിൻ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് എഴുതുന്ന റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ഫോട്ടോഗ്രാഫിക് മെക്കാനിക്കൽ റീപ്രൊഡക്ഷൻ, ഡിജിറ്റൽ റീപ്രൊഡക്ഷൻ. പക്ഷേ അതിലും എന്താണ്, ആ ടെക്നോളജിയും വാസ് ചെയ്യുന്നൊരു പാസ്റ്റ് റീപ്രൊഡ്യൂസ് ചെയ്യും, ഒരു മോമെൻറ്റ് ക്യാപ്ചർ ചെയ്യുക, ആ മോമെൻറ്റാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ മിക്കവാറും എല്ലാ ടെക്നോളജികളും ഒരിടത്തിൽ പാസ്റ്റിൻ്റെ റീപ്രൊഡക്ഷൻ, പാസ്റ്റ് വെച്ചാണ് എല്ലാം അവർ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഒരു പ്രെഡിക്റ്റീവ് ടെക്നോളജിയാണ്, പാസ്റ്റ് ഡാറ്റയാണ്. അത് ഇന്നലെ വരെ ഉണ്ടായ ഡാറ്റ, അല്ലെങ്കിൽ തൊട്ട് മുമ്പുണ്ടായ ഡാറ്റയാണ് ഈ ടെക്നോളജിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ ഗ്രോക്ക് എടുക്കുക, അല്ലെങ്കിൽ ജെമിനി എടുക്കുക, മെറ്റ എടുക്കുക, ChatGPT എടുക്കുക. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിതെല്ലാം ജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ജനറേറ്റീവ് AI ആണ്. പരിപൂർണ്ണമായിട്ടുള്ള റോബോട്ടിക്സിലേക്കോ സിംഗുലാരിറ്റി എന്ന് വിളിക്കുന്ന സങ്കല്പം ഇപ്പോഴും സങ്കല്പമായി നിൽക്കുകയാണ്. അത് പരിപൂർണ്ണമായിട്ട് റോബോട്ടിക്സ്, സ്വയം പ്രവർത്തിക്കുന്ന, സാർവന സെൽഫ് ഫേവറായിട്ട് സ്വയം പ്രവർത്തിക്കുന്ന ഓട്ടോണമസ് ആയിട്ടുള്ള AIയിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മെഷീൻ ലേണിംഗ് ആണ്. നമ്മൾ പ്രോംപ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോംപ്റ്റിലാണ് നമ്മൾ ഫോക്കസ്. ഈ പ്രോംപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ മെഷീൻ ഇൻട്രാക്ഷനിൽ നിന്ന് തന്നെയാണ് ഈ AI ഡെവലപ്പ് ചെയ്യുന്നത്. പ്രോംപ്റ്റാണ്. ഇപ്പോൾ നിങ്ങളെല്ലാം ChatGPT നോക്കിയിട്ടുണ്ടാവും. നിങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും അസൈൻമെൻറ്റായി ബന്ധപ്പെട്ട് ഹിസ്റ്ററി ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും അസൈൻമെൻറ്റ് വാട്ട് യു ഗിവ് ടു ChatGPT ഈസ് യു ആർ പ്രോംപ്റ്റിങ്. ആ പ്രോംപ്റ്റിങ് എന്താണ്? നിങ്ങളൊരു സെറ്റ് ഓഫ് ഡാറ്റ അങ്ങോട്ട് കൊടുക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു ഈ പ്രോംപ്റ്റ് എന്താ. അപ്പോൾ ഹ്യൂമൻ ഈ പ്രോംപ്റ്റ് എന്താണ്? ഈ ഞാൻ പറഞ്ഞത് വ്യക്തമാണല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാനതിന് വേറൊരു വശമാണ് പറയുന്നത്. അത് ഈ പ്രോംപ്റ്റ്, അതായത് ഞാൻ കുറച്ചും കൂടി അതിൻ്റെ ഒരു പ്രായോഗിക തരത്തിലുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ് പറയാം. കാരണം നമ്മൾ സ്റ്റുഡൻസിന് ഇപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന കാര്യങ്ങൾ, അസൈൻമെൻറ്റ്സ് ഒക്കെ വരുന്നതെല്ലാം നിവർത്തിയില്ല. അതിപ്പോൾ നമ്മൾ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഹ്യൂമനൈസ് എന്നൊരു ഫാക്ടറും കൂടിയാണ്, നമുക്കറിയാലോ. ബട്ട് ഹ്യൂമനൈസ്, അപ്പോൾ എന്നോട് IIT-യിലൊരു നമ്മുടെ അധ്യാപകൻ സനിൽ പറഞ്ഞത്, അദ്ദേഹം നിർബന്ധിച്ച് എഴുതിപ്പിക്കാറുണ്ട് ChatGPT വഴി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നോക്കുന്നതിന് എത്ര എറർ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഭൗതികത ലക്ഷണമായിട്ട് കാണുന്നത്. ആ എറർ ഹ്യൂമൻ ആയതുകൊണ്ട് എത്ര എറർ ഒരു അസൈൻമെൻറ്റ് ഉണ്ടെന്നുള്ളതാണ് മൗലികതയായിട്ട് വരിക. കാര്യം എറർ ഫ്രീ ആവുന്നതനുസരിച്ചിട്ട് അത് വളരെ മെക്കാനിക്കലായി മാറുന്നതാണ് കക്ഷി അസൈൻമെൻറ്റിൻ്റെ ഒരു അസസ്മെൻറ്റായി കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ പ്രോംപ്റ്റ് കൊടുക്കുന്നു. ഈ പ്രോംപ്റ്റ് നിന്നാണ് നമ്മൾ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നത്. ഈ പ്രോംപ്റ്റ് ആരാ ചെയ്യുന്നത്? വ്യക്തിയാണ്. ഇവിടെയാണ് നേരത്തെ രാമനുണ്ണി സാർ പറഞ്ഞ കാര്യം. ഈ വ്യക്തിയാണ് ഈ പ്രോംപ്റ്റ് ചെയ്യുന്നത്, ഈ മനുഷ്യനാണ് പ്രോംപ്റ്റ്. ഈ മനുഷ്യനെന്ന് ഈ പ്രോംപ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രയോ സഹസ്രാബ്ദങ്ങളായി, എത്രയോ തലമുറകളായിട്ട് നമ്മൾ നമ്മുടെ മസ്തിഷ്കം സന്നിവേശിക്കപ്പെട്ട ഒരു കളക്റ്റീവ് ഡാറ്റയിൽ നിന്നാണ് ഈ പ്രോംപ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്രോംപ്റ്റ് എന്നാണ് ഈ മനുഷ്യൻ എന്നുള്ള സാധനം പ്രോംപ്റ്റ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ആണെങ്കിലും അയാളുടെ ഉള്ളിലുള്ള ഈ ഡാറ്റ എന്ന് പറയുന്നത്, അയാളുടെ ഭാഷ എന്ന് പറയുന്നത് എത്രയോ തലമുറകളോടെ അയാൾ കൈവന്ന ഒരു സിദ്ധിയാണ് ഈ ഭാഷ എന്ന് പറയുന്നത്, അയാൾ കൊടുക്കുന്ന ഡാറ്റയും. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ ഈ മെഷീനിലേക്ക് നമ്മൾ കൊടുക്കുന്നൊരു കാര്യം വലിയൊരു ഈ പ്രോംപ്റ്റ് അടിസ്ഥാനപ്പെടുത്തിയാണ്
ഇത് അതിൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഉദാഹരണത്തിന് വീഡിയോ ഇപ്പോൾ എന്താ പറയുക, എപ്പോഴും അതിൻ്റെ വീഡിയോ പെർഫെക്ഷൻ ഒന്നല്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സിന്തറ്റിക് ഇമേജുകൾ നമുക്ക് അറിയാൻ പറ്റും. അല്ല, കേന്ദ്ര ഗവൺമെൻറ്റാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഡാറ്റ നിങ്ങൾ ഇൻസ്ക്രൈബ് ചെയ്ത ഡാറ്റ ആണെന്ന് പറയണം, അല്ലെങ്കിൽ അത് അംഗീകരിക്കില്ല എന്നല്ല കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഒരു പക്ഷേ ഏറ്റവും തമാശയായിട്ടുള്ള കാര്യം, ഏറ്റവും കൂടുതൽ പോർണോഗ്രാഫിക് ഡാറ്റ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ പോർണോഗ്രാഫിക് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അതൊക്കെ കാണിക്കുന്നത്? മനുഷ്യന് ഒരു പക്ഷേ ഈ സെക്സിനോണിലൊക്കെ ഒരു തരത്തിൽ ഒരു അതിൻ്റെയൊക്കെ ഒരു ലിമിറ്റിലെത്തുകയോ അല്ലെങ്കിൽ അത് വേറെ ലിമിറ്റിലെത്തുന്നതല്ല, നമ്മുടെ പുതിയൊരു റീപ്രൊഡക്റ്റീവ് സ്കിൽസൊക്കെ തന്നെ പലതരത്തിലൊരു എന്താ പറയുക, ഒരു വളരെ നൈസർഗികമല്ലാതായി മാറിയതോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ വ്യാപകമായിട്ടുള്ളൊരു പോർണോഗ്രാഫിക് ആയിട്ടുള്ള ഇമേജുകൾ ഈ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്നത്. അന്വേഷിക്കേണ്ട കാര്യമാണ്, ഞാൻ പറഞ്ഞതൊരു ഇതായിട്ട് എടുക്കേണ്ട. പക്ഷേ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ച് നമുക്ക് നോക്കിയ ഡാറ്റ വാങ്ങിയ ഏറ്റവും കൂടുതൽ ഇമേജുകൾ പോർണോഗ്രാഫി ഇമേജുകളാണ്. അപ്പോൾ അതൊക്കെ ആ ഇമേജുകൾ എന്നൊക്കെ പറയുന്നത് നമുക്കൊരു എന്താ പറയുക, റെസൊല്യൂഷൻ വഹിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സിനിമാറ്റിക് റെസൊല്യൂഷൻ പോലും എത്തിയിട്ടില്ല. പക്ഷേ നാളെ അങ്ങനെയൊക്കെ സംഭവിക്കാനും ഇതിൻ്റെ. പക്ഷേ ഈ എങ്ങനെയാണ് റെസൊല്യൂഷനിലേക്ക് എത്തുന്നത്? ഇപ്പോൾ തന്നെ നമ്മുടെ ഹ്യൂമൻ പ്രോംപ്റ്റിലൂടെയാണ് എത്തുന്നത്. അപ്പോൾ നമ്മൾ ഓരോ തവണ പ്രോംപ്റ്റ് ചെയ്യുമ്പോഴും അത് ലേൺ ചെയ്യുന്ന പ്രോസസ് അതിൻ്റെ അകത്തുണ്ട്. ലേൺ ചെയ്യുന്ന ഭാഗം അനുസരിച്ച് സാർ പറഞ്ഞ ലിമിറ്റഡ് മെമ്മറിൻ്റെ അകത്ത് ആ മെമ്മറി സ്വയം പരിവർത്തിക്കാൻ പറ്റുന്ന മെമ്മറി അതിൻ്റെ അകത്തുണ്ട്. ആ മെമ്മറിയുടെ എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്കറിയാലോ, മൾട്ടിപ്ലയർ എഫക്റ്റിലാണ് മൂഴ്സ് ലോ എന്ന് തന്നെ വിളിക്കുക, മെമ്മറി മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതി. അപ്പോൾ അതനുസരിച്ച് ഈ ഓർമ്മയിലേക്ക് നമ്മൾ ഇത് കൊടുക്കുകയും അതനുസരിച്ചാണ് അത് ക്രമീകരിക്കണം. അപ്പോഴും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു എഴുത്തുകാരനും, ഈ നമ്മുടെ വിഷയം ഏതുകൊണ്ടാണ് പറയണം, എഴുത്തുകാരനും ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് എഴുത്തുകാരൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ സാധനം, ക്രിയേറ്റിവിറ്റി ഇപ്പോഴും ഡിഫൈൻഡ് അല്ല സത്യത്തിൽ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അമിതാഭ് ഘോഷിൻ്റെ പുതിയ നോവലിൽ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേറെ മിസ്റ്റീരിയസ് എലമെൻ്റൊക്കെ ഉണ്ട്. പക്ഷെ നോക്കുന്ന ഒരു പെൺകുട്ടി ജനിച്ച സമയത്ത് ഒരു ബ്രാഹ്മണ വീട്ടിലെ പെൺകുട്ടിയാണ്. അപ്പോൾ ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ മീൻ കഴിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്, മീൻ കഴിക്കണമെന്ന്. പക്ഷെ അത് അമിതാഭ് ഘോഷ് അതിനെ പാസ്റ്റ് ലൈഫിലേക്കൊക്കെയാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പരാമർശമാണ്. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അവിടെ നിന്ന് തുടർന്നൊരു ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച്, ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും സെർച്ച് ചെയ്യാൻ അങ്ങനെ വലിയ ഫെസിലിറ്റി ഇൻ്റർനെറ്റ് ഉണ്ട്, നമുക്ക് എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കാം. നമുക്ക് അതിൻ്റെ മാക്സിമം സ്ഥലത്തേക്ക് ഇപ്പോൾ അമിതാഭ് ഘോഷ് പോയ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോകാനുള്ള ഇതുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുറേ ദിവസം അതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മുടെ ഈ എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞ കാര്യം ഞാൻ പറയണം. ഈ പ്രോഡിജി എന്ന് വിളിക്കുന്നതിനെക്കുറിച്ച്, പ്രോഡിജിയെക്കുറിച്ച് പറഞ്ഞു. പ്രോഡിജി എന്ന് വിളിക്കുന്നത് നമ്മളാണ് പലപ്പോഴും പ്രോഡിജി എന്ന് വിളിക്കുന്നതിനെ സംബന്ധിച്ച് ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് പറഞ്ഞത്. പ്രോഡിജി എന്ന് വിളിക്കുന്നത് പലപ്പോഴും നമ്മൾ ഈ കുട്ടികളെ പ്രോഡിജി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒന്നുകിൽ എന്തെങ്കിലും പെയിൻറ്റിങ് ചെയ്യുന്നവർ, അല്ലെങ്കിൽ മ്യൂസിക്, അങ്ങനെ ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കലാരൂപങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം മാത്രമാണ് പ്രോഡിജി അറിയുന്നത്. അത് മാത്രമല്ല, പ്രോഡിജി മിക്കവാറും എല്ലാ കുട്ടികളും പ്രോഡിജിയിലേക്ക് ജനിക്കുമ്പോൾ അവരേതോ ഒരു സ്കില്ല്, അത് ഇതിൽ പറയുന്നൊരു പാസ്റ്റ് ലൈഫിനെ കൊണ്ടുവരുന്നുള്ളതാണെന്ന് എനിക്കറിയില്ല, അതൊക്കെ വളരെ ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് റാഷണലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മറ്റു തരത്തിലുള്ളൊരു കളക്റ്റീവ് മെമ്മറിക്ക് അകത്ത് പല സാധനവും വർക്ക് ചെയ്യുന്നുണ്ടാവാം. അതുകൊണ്ട് ചൈൽഡ് ഇസ് എ ഫാദർ ഓഫ് മാൻ എന്നൊക്കെ നമ്മൾ ഇന്ന് ആലോചിക്കും, ന്യൂറോളജിക്ക് നോക്കുമ്പോൾ ഒരു പക്ഷേ ശരിയാവാൻ സാധ്യതയുണ്ട്. ഇന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡിജി എന്ന് വിളിക്കുന്ന കാര്യം, അത് ജീനിയസ്, എഴുത്തുകാരനൊരു ഭാഷയുടെ ജീനിയസാണ് എഴുത്തുകാരനാക്കുന്നത്. നമ്മൾ ജീനിയസ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. കാര്യം ഭാഷയുടെ ജീനിയസാണ് ഒരു എഴുത്തുകാരൻ, ഭാഷ സൃഷ്ടിക്കുന്ന ഒരു ജീനിയസാണ് നമ്മൾ എഴുത്തിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ജീനിയസൊക്കെ വളരെ പുച്ഛത്തോടി പറയുന്ന മലയാളികൾക്ക് ഒരു പൊതുവെ ബുദ്ധിജീവി ജീനിയസൊക്കെ വളരെ പുച്ഛത്തോടെ പറയുന്നത്, ഭാഷയുടെ ജീനിയസാണ് എഴുത്തുകാരൻ. എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചല്ല, ആ ഭാഷയുടെ ജീനിയസിനെയാണ് എഴുത്തുകാരൻ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണ് ജീനിയസ് എന്നുള്ളത് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ക്രിയേറ്റിവിറ്റി എന്ന് അങ്ങനെ ഡിഫൈൻ ചെയ്യില്ല. അപ്പോൾ ഈ പ്രോഡിജി എന്ന് പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുലിനറി പ്രോഡിജികളുണ്ട്. എന്ന് വെച്ചാൽ 2-3 വയസ്സായ കുട്ടികൾ അപാരമായ ടേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു തരും നിങ്ങൾക്ക്, മീനിനെക്കുറിച്ച്, മീൻ വിഭവങ്ങളെക്കുറിച്ച്. ഇവിടുന്നവർക്ക് ഈ ഡാറ്റ അവർക്ക് അവർ കഴിച്ചിട്ടില്ലല്ലോ, കഴിച്ചു വരിക. പക്ഷെ അവർ അങ്ങനെയുള്ള പ്രോഡിജികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അന്വേഷിച്ചത് പല വ്യത്യസ്തമായ പ്രോഡിജി. ഇപ്പോൾ ഉദാഹരണത്തിന് ചില കുട്ടികൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഇപ്പം എൻ്റെ മോൻ അങ്ങനെ ഉണ്ടായിരുന്നു, പ്രോഡിജി എന്നല്ല, പക്ഷേ പറയാൻ ഈ കാറിൻ്റെ നമ്പർ പെട്ടെന്ന് കണ്ടുപിടിക്കും ഒരു കാലത്ത്. ഞാനത് കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ഈ പിന്നെ ആലോചിക്കുന്നത് ഞാൻ അതിനെക്കുറിച്ച്, ഈ ഒരൊറ്റ തവണ കണ്ടാൽ ആ കാർ നമ്പർ ഓർക്കും. അപ്പോൾ ഈ പ്രോഡിജികൾ എല്ലാ കുട്ടികളും പ്രോഡിജികളാണെന്നാണ് പറയുന്നത്, എല്ലാ കുട്ടികളും. ഈ 10-15 ഈ പ്രോഡിജികൾ എന്താ വെച്ചാൽ, ചില ആൾക്കാർ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന ചില സ്കിൽസ് എന്ന് വെച്ചാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ചില കോഗ്നിറ്റീവ് സ്കിൽസ് മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ അവരെ തിരിച്ചറിയുകയും നമ്മൾ അതിനെ വളർത്തുകയും ചെയ്യും.
ഈ 10-15 വയസ്സാകുമ്പോഴേക്കും മനുഷ്യൻ്റെ ഇത് സാറിൻ്റെ കഥകളായി ബന്ധപ്പെട്ടുകൂടിയാണ് പറയാൻ കാരണം. കാര്യം ഇപ്പോൾ ഈ പ്രകൃതിയിൽ നിന്ന് അകലിച്ച് വരുന്ന ഈ ഒരു നമ്മുടെ ഈ ചൈൽഡ്ഹുഡ് കഴിയുന്നതോടുകൂടി നമ്മൾ ഇന്ന് മെല്ലെ 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 ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് അന്യവൽക്കരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഡിജി എങ്ങനെ ഇല്ലാതാവുന്നത്? പ്രോഡിജി ഒരു 10-15 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ എല്ലാ കുട്ടികളും പ്രോഡിജികളാണ്. അവർ മെല്ലെ മെല്ലെ ഈ അന്യവൽക്കരണത്തിലൂടെ എന്ത് ചെയ്തും അവർക്ക് ഈ പ്രകൃതിയിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെടുന്ന വലിയ സോഷ്യലൈസേഷൻ പ്രോസസ്സ് വരികയും അവരെ ക്രിയേറ്റീവ് സ്കിൽസ് സർഗാത്മകവും നൈസർഗികമായവരുടെ നൈപുണ്യം മുഴുവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സർഗാത്മ അപ്പോൾ ഞാൻ പറയാൻ അങ്ങനെ സർഗാത്മ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ സർഗാത്മക നമുക്ക് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. കാര്യം സർഗാത്മ പലപ്പോഴും നമ്മൾ എഴുത്തിൽ മാത്രമല്ല ഇതിൽ മാത്രമല്ല നമുക്ക് കൃഷിയിൽ സർഗാത്മകത ഉണ്ടാകും. പല വിഭിന്നമായ മേഖലകളിലും സർഗാത്മകത ഉണ്ടാകും. ചില അപ്പം മാത്തമാറ്റിക്സിൽ നമ്മൾ മാത്തമാറ്റിക് ജീനിയസ് പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റിവിറ്റി പലപ്പോഴും മാത്തമാറ്റിക് ജീനിയസ് പറയുമ്പോൾ ക്രിയേറ്റീവായിട്ടല്ല കാണുന്നവരെ അവർ മാത്തമാറ്റിക് ജീനിയസ് എന്നൊക്കെ പറയും. നമുക്ക് ക്രിയേറ്റിവിറ്റി ചില മേഖലയിലേക്ക് നമ്മൾ ഒതുക്കിയിട്ടുണ്ട്, അതല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് സ്കോപ്പിൻ്റെ അകത്ത് എഐക്ക് എന്ത് ക്രിയേറ്റിവിറ്റിയാണ് സാധിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോംപ്റ്റാണ് അതിൻ്റെ അകത്ത് ക്രിയേറ്റിവിറ്റി. എൻ്റെ പോയിൻ്റ് ഇതാണ്. ഞാൻ സിമ്പിളായി പറയാൻ ശ്രമിക്കുന്ന സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബോറടിക്കണേന്ന് മാറ്റാം. കാര്യം ഞാൻ വേറൊരു സാങ്കേതിക വിഷയം കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ChatGPT ഗ്രോക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. അതിലേക്ക് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റാണ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി. ഇൻഹറൻ്റ്ലി AI ക്രിയേറ്റീവ് അല്ല എന്നാണ് എൻ്റെ ആർഗ്യുമെൻറ്റ്. ഇൻഹറൻ്റ്ലി ChatGPT ക്രിയേറ്റ്. കാര്യം പാസ്റ്റ് ഡാറ്റ പാറ്റേണൈസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്ന ക്രിയേറ്റിവിറ്റി അല്ല, അതൊരു മെഷീന് ചെയ്യാവുന്നൊരു പ്രോസസ്സാണ്. പല മെഷീൻസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് കാൽക്കുലേറ്റർ ചെയ്യുന്നതിന് ഒരു ഹയർ ഒരു ഗ്ലോറിഫൈഡ് കാൽക്കുലേറ്റർ വയ്ക്കാം. പക്ഷേ ആക്ച്വൽ ക്രിയേറ്റിവിറ്റി എന്താ? വാട്ട് ഈസ് ദ റിയൽ ക്രിയേറ്റിവിറ്റി ഇൻ AI? ദ പ്രോംപ്റ്റ് ഈസ് ദ റിയൽ ക്രിയേറ്റിവിറ്റി. നിങ്ങൾ എന്താണോ പ്രോംപ്റ്റ് ചെയ്യുന്നത് അത് ആ പ്രോംപ്റ്റ് ചെയ്യുന്നത് ആരാണ്? പ്രോംപ്റ്റ് ചെയ്യുന്ന മനുഷ്യനാണ്. ഞാനിത് ഒരു ആന്ത്രോപോസെൻട്രിക്കായിട്ട് ലോകത്തെ അവതരിപ്പിക്കുകയല്ല മനുഷ്യൻ എന്നുള്ളത്. അതിൻ്റെ അകത്ത് വലിയൊരു എന്താ പറയുക വലിയ കളക്റ്റീവായിട്ടുള്ള സ്കിൽസ് ഉണ്ട്, കളക്റ്റീവായിട്ട് മെമ്മറി ഉണ്ട്. ഒരു ഇൻഡിവിജ്വൽ അല്ല പ്രോംപ്റ്റ് ചെയ്യുന്നത്. പലയിടത്തും പല അനുഭവങ്ങളിലും കൂടി വരുന്ന ആ പ്രോംപ്റ്റാണ് ആ എയിലേക്ക് വരുന്നത്. അപ്പോൾ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ കാര്യം കിടക്കുന്നത് നിങ്ങളുടെ പ്രോംപ്റ്റിലാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്ന ഇപ്പോഴും കാര്യം വിചാരിക്കണമെങ്കിൽ രണ്ടാമത്തെ കാര്യം മെമ്മറി എക്സ്പാൻഡ് ചെയ്യുന്നുള്ളതുകൊണ്ട് ഇപ്പോൾ മെമ്മറി വല്ലാതെ രീതിയിൽ വരുന്നു. മെമ്മറി എക്സ്പാൻഡ് അപ്പോൾ മെമ്മറി ആണോ നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെ കോൺട്രിബ്യൂട്ടിങ് ഫാക്ടർ എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാം. അത് ശരിയാണ്. മെമ്മറി എന്ന് പറയും നമ്മുടെ തന്നെ ഹ്യൂമൻ മെമ്മറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴും അത് ന്യൂറോളജിക്കൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള മേഖലയൊന്നുമല്ല. അതിൻ്റെ അകത്ത് കാര്യം അഡ്വാൻസസ് നടന്നിട്ടേ ഉള്ളൂ, വലിയ അഡ്വാൻസസ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇവർ സെർവർ ഫാംസ് ക്രിയേറ്റ് ചെയ്യുന്നു ഭാഗമായിട്ട്. ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾക്ക് അത് പറയാൻ കാര്യം ആലോചിക്കണം. ഇപ്പോൾ പുതിയ അന്വേഷണങ്ങളാണ് ഈ വലിയ തോതിലുള്ള സെർവർ ഫാംസാണ് സിലിക്കൺ വാലിയിൽ മെമ്മറി സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്ന ഇലക്ട്രിസിറ്റി ഇന്ധനമാണ്. അതാണ് ഈ ഓയിലൊക്കെ ബന്ധപ്പെട്ട് അമേരിക്കയുടെ താല്പര്യം. ഈ വൺസ് നിങ്ങളുടെ ഈ എനർജി ഫങ്ഷൻ ഡിസ്ഫങ്ഷണലായി കഴിഞ്ഞാൽ ഈ മെമ്മറി ഇല്ല. ഏതെങ്കിലും ഒരു മൊമെൻ്റ് മതി ഈ കംപ്ലീറ്റ് ഈ വലിയ എനർജിയും അതിൻ്റെ അകത്ത് വലിയ ഹ്യൂമൻ ലേബറും ഉണ്ട്. ഈ എയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ ഹ്യൂമൻ ലേബർ ഒരിക്കലും ടെക്നോളജിയെപ്പെട്ട് പോയിട്ടില്ല. കാര്യം വലിയ ഡാറ്റാ സെർവർ ഫാംസിന് ശരിക്കും മാനുവലായിട്ടുള്ള ഒരു വർക്ക് നടക്കുന്നതിൻ്റെ അകത്ത് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എനർജി വേണം. ഈ എനർജിയൊക്കെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതി എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രധാന കാര്യം എനർജി എപ്പോഴും ഡിസ്ക്രിപ്ഷനിലായോ ഈ മെമ്മറി ഡൗൺ ആണ്. നമ്മുടെ ഇലക്ട്രിക്കൽ കാർ പോലെ തന്നെ ഡൗൺ ആണ് അതിൻ്റെ അകത്ത് നമ്മുടെ മറ്റുപോലെ തന്നെ. അപ്പോൾ ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി അങ്ങനത്തെ ഒരു എനർജിയുടെ പുറത്ത് പ്രവർത്തിക്കുന്നതല്ല. ഇവിടെ പ്രധാന വീണ്ടും ഞാൻ ഈ പോയിന്റ് സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ എഴുത്ത് ഇവിടെ നമ്മുടെ ചോദ്യം ഇതായതുകൊണ്ടാണ് സാഹിത്യം ഉൽപ്പാദിപ്പിക്കാൻ ക്രിയേറ്റിവിറ്റി ഡിഫൈൻഡ് അല്ല. പക്ഷേ നിങ്ങൾ ഈ ഭാഷയുടെ ജീനിയസാണ് എഴുത്തെന്ന് പറയുന്നത്. ആ ഭാഷയുടെ ജീനിയസ് ഇപ്പോഴും ഒരു ഹ്യൂമൻ റലത്തിലാണ് നിൽക്കുന്നത്. കാരണം അത് കളക്റ്റീവായിട്ട് സഹസ്രാബ്ദങ്ങളിലൂടെ ജനറേറ്റ് ചെയ്യപ്പെട്ട ഒരു ഡാറ്റ അല്ല. അതൊരു ഒരു വലിയ തോതിലുള്ള എന്താ ഒരു ഡാറ്റ എന്ന് വിളിക്കുന്നത് ശരിയല്ല. കാര്യം അതിൻ്റെ അകത്ത് വലിയൊരു മെമ്മോറിയൽ പ്രോസസ്സ് മെമ്മറൈസേഷൻ തുടങ്ങിയ പോലെ പ്രോസസ് അതിൻ്റെ അകത്തുണ്ട്. ആ പ്രോസസ്സിൻ്റെ റിസൾട്ടാണ് ഒരു എഴുത്തുകാരൻ തൻ്റെ എഴുത്തിലൂടെ ഭാഷയുടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ അകത്ത് ക്രിയേറ്റിവിറ്റി. അത് ഭാഷയുടെ ജീനിയസ്. അത്തരമൊരു ഭാഷയുടെ ജീനിയസ് എന്ന് പറഞ്ഞാൽ പാറ്റേൺ റെക്കഗ്നിഷൻ അല്ല അതിൻ്റെ അകത്ത്. പക്ഷേ ഈ പ്രോംപ്റ്റിൽ കാണുന്ന ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഒരിക്കലും ഈ എയുടെ ബാക്ക് എൻഡ് ഓപ്പറേഷൻ പാസ്റ്റ് ഡാറ്റയിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള ഒരു സെൻസിബിലിറ്റി ബ്രേക്ക് എന്ന് പറയുന്ന ഒരു പുതിയൊരു സാധനം. ആത്യന്തികമായിട്ട് നമ്മളിപ്പോഴും എയെക്കുറിച്ച് സംസാരിക്കുന്ന മനുഷ്യൻ്റെ ഒരു കാഴ്ചപ്പാടിൻ്റെ അകത്ത് തന്നെയാണ്. മനസ്സിലായില്ലേ? എയെക്കുറിച്ച് നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് സംസാരിക്കുന്ന ഇപ്പോഴും മനുഷ്യൻ്റേതായ കാഴ്ചപ്പാടിൻ്റെ അകത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. നമ്മൾ എയുടെ റെപ്രസെൻറ്റേഷൻ ഒരായിട്ട് എടുത്തിട്ടില്ല. സ്വയം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം മനുഷ്യന് ഈ ടെക്നോളജി എത്ര ഉൾക്കൊണ്ടു. രണ്ട് പോയിൻ്റ് അവസാനിക്കാം ഞാൻ എന്നുള്ളത്. ഒന്ന്, ആത്യന്തികമായിട്ട് എല്ലാ ടെക്നോളജിയും എന്താ പറയുക പ്രത്യേകിച്ച് കൊണ്ടുവന്നിട്ടുള്ളത് അത് പ്രീ ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിലും ക്യാപിറ്റലിസ്റ്റ് പീരീഡിലും പോസ്റ്റ് ക്യാപിറ്റലിസ്റ്റിലാണെങ്കിലും അതെല്ലാ ടെക്നോളജികളും
ഈസ് ഓഫ് ലിവിങ് എന്നുള്ളൊരു സ്ഥാനത്തെയാണ് ലക്ഷ്യം വെച്ചിട്ടാണ്. എല്ലാ ലോകത്തെ എല്ലാ ടെക്നോളജികളും വരുന്നത് ഈസ് ഓഫ് ലിവിങ്ങിനെ ലക്ഷ്യം വെച്ചിട്ടാണ്. ഈസ് ഓഫ് ലിവിങ്ങിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന വേറെ കാര്യം പല ടെക്നോളജിയും. ഈസ് ഓഫ് ലിവിങ് ജീവിതത്തെ കുറച്ചും കൂടി അതിനുവേണ്ടി നമ്മുടെ ഫസ്റ്റ് ആദ്യകാലത്തെ ടൂൾസ് മുതൽ വരെ കണ്ടുപിടിച്ചപ്പോൾ എന്താ പറയുക, ഗോർഡൻ ജെയിലിലേക്ക് പ്രധാനപ്പെട്ട പുസ്തകം, ഹിസ്റ്ററി പഠിച്ച ആൾക്ക് ഗോർഡൻ ജെയിലിന് പ്രധാനപ്പെട്ട പുസ്തകമുണ്ട്. അപ്പോൾ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്നാൽ ഞാൻ നിർത്താം. സമയത്തിൻ്റെ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ചില നിരീക്ഷണങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. ചില ആശങ്കകൾ കൂടി ഇതിന് ബാക്കി പത്രമാവുന്നുണ്ട്. എയെ സംബന്ധിച്ച് അതിൻ്റെ ബാക്ക് ഡാറ്റ എന്ന് പറയുന്നത് ആരാണ് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ ഏത് ഡാറ്റയിൽ നിന്നാണ് ഈ പറയുന്ന പ്രോംപ്റ്റുകൾക്ക് അനുസൃതമായിട്ടുള്ള പുതിയ സൃഷ്ടികൾ ഉണ്ടാവുന്നത്, ആ ഡാറ്റയെ, ആ ബാക്ക് ഡാറ്റയെ നിയന്ത്രിക്കുന്നത് ആരാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 1-2 ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ട് ഈ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, ആർക്കും ചോദ്യങ്ങളൊന്നും ഇല്ല എന്ന് കരുതുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. ഓക്കെ, ഞാൻ ഈ ക്രൗഡിന് വേണ്ടി ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഈ അടുത്ത് ഞാൻ വായിച്ചൊരു ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇന്ത്യയിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന AI സാഹിത്യത്തിനകത്തുള്ള കഥാപാത്രങ്ങളുടെ സ്വഭാവത്തെപ്പറ്റി പറയുമ്പോൾ അവിടെ വരേണ്യമായ മാതൃകകൾ മാത്രമാണ് നിർമ്മിക്കപ്പെടുന്നതെന്നൊരു ആർഗ്യുമെൻ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റുകളൊക്കെ എങ്ങനെ തന്നെ ആയാലും അതിനകത്ത് ബാക്ക് ഡാറ്റയെ നിൽക്കുന്നത് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള മനുഷ്യരുടെ ഡാറ്റ മാത്രമായിരിക്കുമ്പോൾ കാണുന്നില്ല രക്ഷവും എൻ്റെ വംശത്തെ പറ്റി എന്നുള്ള വിഹൃതകൾ ഇനിയും കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കാൻ സാധ്യതയില്ലേ? ഇപ്പോൾ ഈ ചോദ്യത്തിന് കൂടി ഒരു ലളിതമായ മറുപടിയിൽ ആണല്ലേ? ഓക്കെ, ഞാൻ രണ്ടുപേരുടെയും വളരെ ചുരുങ്ങിയൊരു മറുപടി പ്രതീക്ഷിക്കുകയാണ്. ലയയിൽ വരുന്ന ഒരു പ്രശ്നം പലപ്പോഴും ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്താണ് പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന സാധനം അതാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ അൽഗോരിതത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ അതാണല്ലോ. ഇപ്പോൾ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന അധികാരത്തിൻ്റെ ശക്തികളുടെയും താല്പര്യങ്ങളുടെ ശക്തികളും ഇതിലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം അതിനെ നമ്മളെങ്ങനെ മാറ്റിമറിക്കുന്നു അത്. അപ്പോൾ ഈ പ്രോംപ്റ്റ് കൂടെ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ പ്രസാദ് പറഞ്ഞ ആ പ്രോംപ്റ്റാണ് അതിൻ്റെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അങ്ങനെ ആ പ്രോംപ്റ്റിൽ കൂടെ നമുക്കതിനെ എങ്ങനെ പിന്നെ പാർശ്വവൽകൃതമായിട്ടുള്ള അവഗണിക്കപ്പെട്ടവരുടെ ഒരു പ്രയോറിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് തോന്നുന്നു. ദാമോദർ പ്രസാദ് പറയട്ടെ. അതായത് വളരെ സാറ് പറഞ്ഞ പ്രോംപ്റ്റിലൂടെ കാര്യം ഹൈലി റേഷ്യലാണ് ആൽഗോരിതം എന്നുള്ള എല്ലാവർക്കും അറിയാം. കാര്യം അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു നേരത്തെ പാസ്റ്റ് ഡാറ്റയാണ് എൻ്റെ അകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. പാസ്റ്റ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹൈലി പ്രിവിലേജ്ഡ് ഡാറ്റയാണ്. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ നമ്മുടെ വംശത്തിൽ നമ്മുടെ എന്താ പറയുക ഈ വരികൾ കാണുന്നില്ല. അത് ശരിയാണ്. കാര്യം ലാംഗ്വേജ് എന്നുള്ളൊരു ഡാറ്റ സ്റ്റോറി മെക്കാനിസമാണ് ലാംഗ്വേജ്. അത് ഹിസ്റ്ററിയും ലിറ്ററേച്ചറൊക്കെ ഒരു റെക്കോർഡിങ് മെക്കാനിസമാണ്. മനുഷ്യനെ റെക്കോർഡ് ചെയ്യാൻ മെക്കാനിസം തന്നെയാണ്. മനുഷ്യൻ്റെ സമൂഹത്തിൻ്റെയും ഇതൊക്കെ മാറ്റങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് തന്നെയാണ് ലിറ്ററേച്ചർ ചെയ്യുന്നത്. അപ്പോൾ ആ റെക്കോർഡിൽ ഒരു വംശത്തിൻ്റെ ചിത്രം ഇല്ലാതെ പോയതും ഇതും തമ്മിൽ വളരെ സാദൃശ്യമുണ്ട്. പക്ഷേ വളരെ വ്യത്യസ്ത ഒരു കോണ്ടെക്സ്റ്റാണ്. നമ്മൾ 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിലല്ല ജീവിക്കുന്നത്. ഇന്ന് സാമൂഹ്യ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, മനുഷ്യാവകാശപരമായ ബോധം, സാമൂഹികതയെക്കുറിച്ച് ബോധം, നമ്മൾ ടെക്നോളജിയിൽ ഇടപെടാനും ടെക്നോളജിയിൽ മാറ്റം കൊണ്ടുവരാനും ഒക്കെ പഴയ ഒരു തരത്തിലുള്ള ഒരു ലോകവീക്ഷണത്തിലല്ല നിൽക്കുന്നത്. പല അസമത്വം ലോകത്തിൽ നിൽക്കുക. അപ്പോൾ അത്തരം ഒരു ഇടപെടലിന് വലിയ സ്കോപ്പ് നിൽക്കുന്നുള്ള കാര്യമാണ്. ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ അത് പറയാതിരിഞ്ഞില്ലെങ്കിൽ ചില കാര്യം ജെൻസിയെക്കുറിച്ചുള്ള ഇതിൻ്റെ വീക്ഷണമല്ല എനിക്കുള്ളത്. ജെൻസി വളരെ പുരോഗമനപരമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടെന്ന് കാര്യം ജീവിത വീക്ഷണങ്ങളിൽ സാമൂഹ്യ ബന്ധങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ടെക്നോളജി ഉപയോഗിക്കൽ തന്നെ ഒരു കാലത്ത് ഇപ്പം ഞാൻ എൻ്റെ തലമുറയ്ക്ക് ഉണ്ടായിരുന്നത് വളരെ ഡിസ്ക്രിമിനേഷൻ, വിവേചനങ്ങൾ, അകൽച്ചകളൊന്നും ഇല്ലാതായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അന്വേഷണത്വരതയുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചോളം. അത് ഞാൻ പറഞ്ഞ പുസ്തക വായന മാത്രമല്ല, നിങ്ങൾക്ക് പുസ്തകം ഒരു മെറ്റീരിയൽ ഫോമാണ്, ഒരു ടെക്നോളജിയുടെ ഫോമാണ്. പല ഇതിലേക്ക് അത്തരം വായനാപരമായ അന്വേഷണം, ക്രിയേറ്റീവ് അന്വേഷണത്തിനെ സംബന്ധിച്ചിടത്തോളം
നമ്മുടെ ഒരു കാലഘട്ടം അങ്ങേയറ്റം വലതുപക്ഷവൽക്കരിക്കപ്പെട്ട കാലം. എന്തുകൊണ്ടാണ് ഞാൻ വലതുപക്ഷവൽക്കരിക്കപ്പെടുന്ന കാലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള സോഷ്യൽ സ്ട്രക്ചറിനെ ഭേദിക്കാനുള്ള, അതായത് ഞാൻ ഇത് വളരെ വൈരുദ്ധ്യമാണ്. കാര്യം ജീവിതത്തിൻ്റെ ചില സ്ഥലങ്ങളിൽ എന്താ പറയുക, ഈ സാമൂഹ്യ തരത്തിലുള്ള പല മാറ്റങ്ങൾ വന്നിട്ട് കാര്യം ആൺപെൺ വ്യത്യാസങ്ങളൊക്കെ ഇല്ലാതെ സൗഹൃദങ്ങളൊക്കെ വലിയ മാറ്റം. പക്ഷേ ഈ നേപ്പാളിലെ ജൻസി സമരമാണ് പലരും ചൂണ്ടിക്കിട്ടുന്നത്. അതിലൊരു വിഭാഗം രാജവാഴ്ച പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ് സമരം ചെയ്ത ആൾക്കാരാണ്. അതിൽ വിഭാഗം രാജവാഴ്ചയ്ക്ക് വേണ്ടി നിന്നിരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ വളരെ ആദർശപരമായി എല്ലാ കാലത്തും ജൻസികൾ എന്താ പറയുക, എല്ലാ കാലത്തും യുവാക്കൾ ആ കാലത്തെ സ്ട്രക്ചേഴ്സിനെ എതിർത്തിരുന്നുള്ള ഒരു ലോകസത്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു വായനയെ സംബന്ധിച്ചോളം, ഈ അന്വേഷണപരമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോളം ഒരു വലിയതുള്ളൊരു അകൽച്ച, അതായത് അതിന് ടെക്നോളജി വലിയ തരത്തിലൊരു തെറ്റായ മാർഗം കൊടുക്കുന്നത്. കാര്യം എല്ലാം സമ്മറൈസ് കിട്ടുന്ന തരത്തിൽ എല്ലാം അതൊരു, പക്ഷേ ടെക്നോളജിയുടെ പുറത്ത് മാത്രം അട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അത്ര ഒരു സംഭവം നമ്മളെ പിന്നോട്ട് വലിപ്പിച്ചിട്ടുള്ളത് ഒരു വലിയ വലതുപക്ഷ ബോധത്തിന് വലിയ സ്പേസ് ഉണ്ട്. അത് ക്രിട്ടിക്കൽ ആലോചിക്കേണ്ട, അത് ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്തയുടെ അഭാവം വലിയ തോതിൽ വന്നിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. കാര്യം അത്ര അന്വേഷണത്തിന് യാതൊരു സാധ്യത തുറക്കണ്ട. ഇത് പറയാതിരിക്കാൻ പറ്റില്ല. കാര്യം അതിനുള്ള വിയോജിപ്പുകൾ ഞാൻ കേൾക്കാൻ തന്നെ, അതിനുള്ള ശക്തമായ വിമർശനങ്ങളും എതിർപ്പും ഞാൻ കേൾക്കുന്നത്. പക്ഷേ എൻ്റെ അനുഭവം ഒരുപക്ഷെ എൻ്റെ പ്രായത്തിനും കൂടി പ്രശ്നമായിരിക്കാൻ ഞാൻ നിങ്ങൾ ഇനി അമ്മാവൻ വൈബെന്നോ തന്തവി വിളിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഞാൻ കാണുന്നുണ്ട്. കാര്യം ഈ വിമർശനാത്മക ചിന്തയുടെ അഭാവം വലിയ തോതിലൊരു നമുക്ക് പലപ്പോഴും തടസ്സമുണ്ട്. കാര്യം ഇന്നും വലതുപക്ഷ ബോധ്യങ്ങൾ ദീർഘകാലം ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ അഭാവം തന്നെയാണ് എൻ്റെ പ്രകടമായി വരുന്നത്. എന്നർത്ഥം എല്ലാവരും ഒരുപോലെയല്ല. അതുകൊണ്ടാണ് വേറെ സമൂഹത്തിനകത്താണ് ഇതിൻ്റെ അകത്ത് പ്രതികരണം ഉണ്ടാവുന്നത്. തീർച്ചയായും വലിയ, പക്ഷേ പൊതുസമൂഹത്തിനകത്ത് ഉണ്ടാവുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചെറിയ സമൂഹങ്ങളുടെ അകത്ത്, വളരെ ഫ്രാഗ്മെൻ്റ് സമൂഹത്തിനകത്ത് വലിയ വിയോജിപ്പുകളും അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. ആ സമൂഹമാണ് വായിക്കുന്നത്. നമ്മുടെ പൊതുസമൂഹം വായന നിർത്തിയെങ്കിൽ വേറെ സമൂഹങ്ങളിൽ, ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകണമെങ്കിൽ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, ആ സമൂഹം വായന ആരംഭിച്ചു. പക്ഷേ പൊതുസമൂഹം പിന്നോട്ട് പോയി. ഞാൻ ബിബിൻ ഇത് പറഞ്ഞ സമയത്ത് ഞാനൊരു തന്തവൈവായോ എന്നൊരു സംശയം എനിക്കും തോന്നിയൊരു കുറ്റബോധം തോന്നിയിരുന്നു. കാരണം പക്ഷേ എന്തോ ഒരു മിസ്സിങ് ഉണ്ട്. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അതിപ്പോഴത്തെ ഈ വലതുപക്ഷ ഇതിൻ്റെ അകത്താണ് ഈ വിഷലിപ്തമായ ഒരു ജലാശയത്തിലുള്ള എല്ലാ മത്സ്യങ്ങൾക്കും അതിൻ്റെ ഒരു വിഷം, അതൊരു കുറ്റമല്ല, അതൊരു അനിവാര്യതയാണ്. അത് പക്ഷേ നമ്മൾ ചൂണ്ടിക്കാണിക്കുക പല ഇൻസെൻസിറ്റിവിറ്റിയുമൊക്കെ പുതിയ തലമുറയ്ക്ക് ഉണ്ട് എന്നതൊരു വസ്തുതയാണ്. അതിനെ ഭേദിക്കാനുള്ള ശ്രമവും ഉണ്ട്. രണ്ടും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ തന്നെ ഈ സെൻസിറ്റിവിറ്റിയിലെ മാറ്റം, സെൻസിബിലിറ്റിയിലെ മാറ്റം, ഞാൻ സെൻസിറ്റിവിറ്റിയുടെയും സെൻസിബിലിറ്റിയുടെയും മാറ്റം കൂടുതൽ കാണുന്നത് ഈ ജൻസിയിലല്ലെന്നും ഒരു നിരീക്ഷണമുണ്ട്. കുറച്ച് പ്രായം ചെന്ന ആളുകളിൽ ഇത്രയും കാലം വിചാരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മറ്റൊരു തരത്തിലേക്ക് മാറ്റി ചിന്തിക്കാനും മാറ്റിപ്പണിയാനും അത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ജെൻസിയുടെ മാത്രം ഒരു പ്രശ്നമാണ് എന്ന തരത്തിലേക്ക് അല്ല. ജെൻസി നമ്മളൊരു ജനറേഷൻ്റെ ഒരു ഇതായിട്ട് മരുന്നിൻ്റെ കാര്യമില്ല. അതേ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഈ അകൽച്ചകളുടെ ഒരു ലോകമുണ്ടല്ലോ ഇന്ന്. നമ്മൾ ആ അകൽച്ചയുടെ ലോകം എല്ലാവർക്കും ഒരേപോലെ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പറയുന്ന ജെൻസിയുടെ കാര്യത്തിൽ മാത്രമല്ല, പുതിയ തലമുറയായിട്ട് തന്നെ നമുക്ക് ഒരു കണക്ടിവിറ്റി കുറയുന്നു പലപ്പോൾ ഈ ലോകത്തെ. അതുകൊണ്ട് മനസ്സിലാക്കുന്നതിലും വീഴ്ചകളുണ്ടാകാം. ഇപ്പോൾ പ്രളയം ഉണ്ടായ സമയത്ത് ഈ ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ ഓടി വന്നപ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. അങ്ങനെ ഒരു കാര്യമുണ്ട്. നമുക്ക് വഴുകി അല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. ഇതൊക്കെ ഒരു 2 മണിക്കൂർ വേണ്ട സെഷനാണ് സത്യത്തിൽ. സമയത്തിൻ്റെ പിന്നെ ഈ പരിമിതി കൊണ്ട് ഇൻപുട്ട് ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ, നമ്മൾ പ്രോംപ്റ്റ് ചെയ്യുന്നതിനെ പറ്റി. അതിൽ പുതിയ തെളിവുകൾ, ഞാനൊരു തമാശയും കൂടി പറഞ്ഞിട്ടേക്കാം. ഞാൻ ChatGPTയോട് ഈ കഥ എഴുതുന്നവരാകുമ്പോൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറയേണ്ടി വരില്ല. ഈ അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ പറഞ്ഞ മാതിരി ഇവരെ പുറത്താക്കേണ്ടവരാണല്ലോ. അപ്പോൾ എനിക്ക് ഒരു വിടനായിട്ടുള്ള ഒരാളുടെ ഒരു കഥാപാത്രത്തെ ചിത്രീകരിക്കേണ്ട കാര്യം വന്നു. അപ്പം ഞാൻ ChatGPTയോട് ചോദിച്ചു, ഈ ഫിലിപ്പൈൻസിലത്തെ സ്ത്രീകളുടെ പിന്നെ ഈ സെക്ഷുവലായിട്ടുള്ള പ്രിഫറൻസ്. അപ്പോൾ മൂപ്പര് പറയാം ഐ വോണ്ട് കമൻറ്റ് ഓൺ ദാറ്റ് എന്ന്. എന്നെ നാണം കെടുത്തി കളഞ്ഞു. കാരണം അത് വേറെ വിഷയമാണ് അതിൻ്റെ അകത്ത്. അപ്പം അങ്ങനത്തെ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. അത് അത്രേ പറയാനുള്ളൂ. ഒരുപാട് ചർച്ചകൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.